അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ഈ ഫ്ലൈറ്റ് മാലദ്വീപിന് പോകണ്ട, മാലദ്വീപിന് പോകാനായിരുന്നു, മാലദ്വീപിന് പോകണ്ട, ഡൽഹിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. പൈലറ്റ് ഉടനെ പറഞ്ഞു, സാറേ പെട്ടെന്ന് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ADC ക്ലിയറൻസ്, എയർ ഡിഫൻസ് ക്ലിയറൻസ് ആവശ്യമാണ്, അത് നമുക്കില്ല. അദ്ദേഹം പറഞ്ഞു ഒപ്റ്റെയിൻ, ഒറ്റ വാക്കായിരുന്നു, ഒപ്റ്റെയിൻ, എളുപ്പം കൊണ്ടുപോവാ. ഫ്ലൈറ്റ് നേരെ ഡൽഹിക്ക് പോയി. അധികാരമുള്ളവൻ പ്ലെയിനകത്തുള്ളതുകൊണ്ട്. ഒരിക്കൽ ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ്, ഞാൻ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിലുണ്ട്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് കൽക്കട്ട വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. കൽക്കട്ടയിൽ അദ്ദേഹം വരുന്നതിന് മുന്നമേ എല്ലാം നോർമലായി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയും ഇവിടെയും ഒക്കെ ചില ശബ്ദദോഷങ്ങളുണ്ടായി അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന്. അദ്ദേഹം വരുന്നതിന് അരമണിക്കൂർ മുമ്പേ ഒരു ഓർഡർ, ADC ക്ലിയറൻസ്, ഇതുവരെ ലാൻഡ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിരുന്ന സകല ഫ്ലൈറ്റും ഡംഡം എയർപോർട്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഫ്ലൈറ്റുകൾ വേറെ എവിടെയെങ്കിലും പോക്കോ, ഇന്നിങ്ങോട്ട് വരണ്ട, കാര്യം ഇവിടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഇറങ്ങുക. അധികാരമുള്ളവൻ. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരാൻ ആരംഭിച്ചു. അദ്ദേഹം ഇവിടെ വരാമെന്ന് സമ്മതിച്ചു. ഡൽഹിയിലാണ് ഇറങ്ങേണ്ടത്. അദ്ദേഹം ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഒരു ഓർഡർ, ആഗ്ര മുതൽ ഡൽഹി വരെയുള്ള ചുറ്റളവിലുള്ള സകല ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തിരിക്കുന്നു, എല്ലാവർക്കും വേറെ എവിടെയെങ്കിലും പോകാം, ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇറങ്ങുക. അധികാരമുള്ളവൻ. ഇന്ന് പകൽ അധികാരമുള്ളവൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ, എനിക്കൊരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അധികാരമുള്ളവൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ ഇവിടെ വ്യാപരിക്കുന്ന അനാവശ്യ ശക്തികൾ, ഈ കോമ്പൗണ്ടിൽ വ്യാപരിക്കുന്ന പാമ്പുൾപ്പെടെ, ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, ഈ കോമ്പൗണ്ടിൽ നടക്കുന്ന പാമ്പുൾപ്പെടെ അനാവശ്യമായ സകലതിനെയും ശാസിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് തുടർന്നുള്ള 2 ആഴ്ച ദൈവമൊക്കെ കേൾപ്പിക്കപ്പെടാം. നമ്മുടെ ഉപവാസത്തിൻ്റെ നടുവിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. അധികാരമുള്ളവൻ. എല്ലാവരും അധികാരം ഉപയോഗിക്കത്തില്ല. ഒരുപാട് പേരിലും അധികാരം ഉണ്ട്, എല്ലാവരും അധികാരം ഉപയോഗിക്കത്തില്ല. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച ഒരു ഉദാഹരണം കൂടെ പറയാം. കൽക്കട്ടയിൽ കമ്മ്യൂണിസത്തിൻ്റെ വർധനവിലും ഗുണ്ടായുസത്തിൻ്റെ വർധനവിലും ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു 3 ടണ്ണർ ട്രക്ക് വെളിയിൽ പോയി. ആ ട്രക്ക് ഡ്രൈവറെ പിടിച്ച് 4 തല്ലും കൊടുത്ത് ഗുണ്ടകൾ കൊണ്ടുപോയി. ആ ട്രക്ക് തിരിച്ചെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, കിട്ടിയില്ല. ട്രക്ക് നഷ്ടപ്പെട്ടു, എയർഫോഴ്സിന് നഷ്ടപ്പെട്ടു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ആർമിയുടെ ഒരു ട്രക്ക് ഇതുപോലെ ഡ്രൈവറെ പിടിച്ച് 4 തല്ല് തല്ലി എടുത്ത് കളഞ്ഞേച്ച് ട്രക്കും കൊണ്ടുപോയി. അന്ന് ഒരു കേണൽ വിൽസൺ ആയിരുന്നു അവിടുത്തെ ഏരിയ കമാൻഡർ ആർമിയുടെ. വിൽസൺ ഒരു ഓർഡർ ഇട്ടു. വലിയ നീളമുള്ള വണ്ടികളുണ്ട്, ക്യൂൻ മേരി എന്നാണ് അതിനെ വിളിക്കുന്നത്. 5 8 വീലുള്ള വലിയ ഭയങ്കര നീളമുള്ള വണ്ടികളുണ്ട്. അതിൽ കുറേ വണ്ടികളെടുത്ത് ഓരോ വണ്ടിയിലും 20 25 പട്ടാളക്കാർ വീതം കയറി, മനുഷ്യൻ്റെ കൈയും കാലും കെട്ടാൻ കൊള്ളാവുന്ന വലിപ്പമുള്ള കയറുമായിട്ട് കയറിക്കോ, ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു. കയറിയതിന് ശേഷം പറഞ്ഞു, എവിടെയെങ്കിലും 2 ഗുണ്ടകളെ കണ്ടുപിടിക്കണം. ആ ഗുണ്ടകളുടെ കൈയും കാലും കെട്ടിയെടുത്ത് ക്യൂൻ മേരിക്കകത്തിടണം. ഒരുത്തൻ അടുത്തിലിരുന്ന് അങ്ങ് ഇടിക്കണം മുതുകിന്. 2 ഗുണ്ടകളെ കാണിച്ചു തന്നാൽ വിട്ടേക്കാം, അതുവരെ ഇടിക്കുമെന്ന് പറയണം. അവൻ പെട്ടെന്ന് 2 ഗുണ്ടകളെ കാണിച്ചു കൊടുത്തു. ചുരുക്കി പറയാം, 4 മണിക്കൂറിനകം നഷ്ടപ്പെട്ട ട്രക്കുകൾ 2 തിരിച്ചു കിട്ടി. ഒരുത്തനും അധികാരം ഉപയോഗിച്ചില്ല. കേണൽ വിൽസൺ അധികാരം ഉപയോഗിച്ചു. വ്യത്യാസം പറ്റിയത് അത്രേ ഉള്ളൂ. ഇന്ന് പകൽ ബഥേൽ അധികാരം ഉപയോഗിക്കുമോ? ബഥേൽ അധികാരം ഉപയോഗിക്കുമോ? അധികാരമുള്ളവൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ, അധികാരമുള്ളവൻ്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തെങ്കിൽ അധികാരം ഉപയോഗിക്കുവാൻ തയ്യാറാകാം. ചില ശക്തികൾ ശാസിക്കപ്പെടട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തൂടെ അതിവേഗം പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതും അതിൻ്റെ ഭാഗങ്ങളാണ്. എവിടം വരെ എത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇവിടം പറഞ്ഞ് ആരംഭിക്കുകയാണ്. നിങ്ങളിൽ ചിലരെ ദൈവം അധികാരം ഏൽപ്പിച്ചു എന്നറിയുക. നമ്മൾ പൊതുവെ ഈ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ കുറിച്ചും ഇസ്രയേലിനോട് ചേർന്ന 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുമാണ്. ഞാൻ നേരത്തെ 1-2 വാചകങ്ങൾ ഓടിച്ച് പറഞ്ഞു വിടാം. 3-ാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? 1, അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച ഇസ്മായേലും ഇസഹാക്കും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്മായേലും ഇസഹാക്കും തമ്മിൽ ഒരു ഐക്യത കുറവ്, അവർ തമ്മിലൊരു യുദ്ധം. ഇസ്മായേലിനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞുകൊണ്ട് സേറ അങ്ങനെ അബ്രഹാം ഇസഹാക്കിനെ ഇറക്കി വിടാൻ തീരുമാനിച്ചു. കാര്യം ദൈവം അതിനകത്ത് ഇടപെട്ടുകൊണ്ടാണ്. മറക്കല്ല്, ദൈവം അതിനകത്ത് ഇടപെട്ടതിനാൽ ഇസ്മായേലിനെ ഇറക്കി വിടുവാൻ അബ്രഹാം തീരുമാനിച്ചു.
അബ്രഹാം ആദ്യത്തിൽ വിസമ്മതിച്ചു. തൻ്റെ സ്വന്തം മകനാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇറക്കി വിടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ തൻ്റെ വെപ്പാട്ടിയെയും സേറയുടെ ദാസിയെയും ഹാഗാറിനെയും തൻ്റെ മകനെയും കൂടെ ഇറക്കി വിടുന്ന കാര്യത്തിൽ അബ്രഹാം വിസമ്മതിച്ചു. അന്ന് രാത്രിയിൽ യഹോവ അവന് വെളിപ്പെട്ടേച്ചു പറഞ്ഞു, നീ ഒരു പ്രാവശ്യം സാറയുടെ വാക്ക് കേട്ടവനാ, ഇതിനകത്തും കേട്ടേ മതിയാകൂ. വാഗ്ദത്ത സംഗതി അല്ലത്തെ ഒന്നിൻ്റെ കൂടെ വളരത്തില്ല. ഈ സഭയിൽ പല പ്രാവശ്യവും പ്രശ്നമുണ്ടാകുമ്പോഴും ഇടർച്ച ഉണ്ടാകുമ്പോഴും എന്ത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ആരെയും പറഞ്ഞു വിടാൻ തോന്നത്തില്ലെങ്കിലും ദൈവം ഇടപെടാറുണ്ട്. വാഗ്ദത്ത സംഗതി അല്ലാത്തതിൻ്റെ കൂടെ വസിക്കത്തില്ല, അല്ലാത്തതിനെ പറഞ്ഞു വിട്ടേ മതിയാകും. അബ്രഹാം അന്ന് അവരെ പറഞ്ഞു വിട്ടു. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇന്നും ആത്മഗോളത്തിലുണ്ട്. ഇന്നും അവർ തമ്മിൽ ആ പ്രശ്നം. അതിനെ തുടർന്ന് ലോകം രണ്ട് ചേരികളിലായി തിരിയും. ആ പദങ്ങൾ ഞാൻ വീണ്ടും ചുരുക്കമായി ആവർത്തിക്കട്ടെ. ലോകം രണ്ട് ചേരികളിലായി തിരിയും. ഒന്ന്, ഇസ്രയേലിന് അനുകൂലമായി ഒരു വിഭാഗം ആളുകൾ നിൽക്കും. രണ്ട്, ഇസ്രയേലിന് പ്രതികൂലമായി ഒരു വിഭാഗം ആളുകൾ നിൽക്കും. ഇസ്രയേലിന് പ്രതികൂലമായി നിൽക്കുന്നവർ റഷ്യയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇസ്രയേലിന് അനുകൂലമായി തിരിയുന്നവർ ബ്രിട്ടൻ്റെ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ ഒന്നിൻ്റെ കൂടെ ആയിരിക്കും. അതാണ് അമേരിക്ക. വേദപുസ്തകത്തിൻ്റെ സംക്ഷിപ്തമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ യുദ്ധം കുറേ നാൾ മുന്നോട്ട് പോകുന്നതോടെ ഇസ്രയേൽ മറ്റുള്ള സകലവരുമായും എതിർക്കും. ഇന്ന് അവർക്ക് സഹായം നിൽക്കുന്ന അമേരിക്കയെ കൊണ്ടും സഹായിക്കാൻ ഒക്കാതെ വരും. ലോകരാജ്യങ്ങൾ ഒരുമിച്ച് റഷ്യയുടെ കീഴിൽ അണിനിരക്കും. റഷ്യ വലിയ 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 ഏതാണ്ട് 20 കോടിയോളം വരുന്ന ഒരു കരസേനയുമായി യുദ്ധത്തിനെടുക്കും. അന്ന് ഗംഭീരമായ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകും. അന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആറ്റമിക് എനർജിയോ കെമിക്കൽ വെപ്പൺസോ ഒക്കെ അന്ന് ഉപയോഗിക്കും. മനുഷ്യൻ മാരക രോഗങ്ങൾക്ക് വിധേയമാകും. വല്ലത്ത ഇനം ബോംബുകൾ അന്ന് വർഷിക്കപ്പെടും. അന്ന് യഹോവ യുദ്ധത്തിനു വേണ്ടി മറുതലയ്ക്കൽ നിയന്ത്രണം കൊടുക്കും. ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഭൂമിയുടെ അടിയിൽ ഒളിച്ചിരുന്ന് യുദ്ധം നടക്കുമെന്നാണ്. ഇന്ന് ഹമാസ് ഉണ്ടാക്കി വെച്ച ടണലുകൾ ആ ഉദ്ദേശത്തിന് വേണ്ടി അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഉദ്ദേശത്തിന് വേണ്ടി അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാര്യം ഇസ്രയേൽ ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് വേണം ഒടുവിലത്തെ യുദ്ധം നടത്തുവാൻ. അന്ന് യഹോവയായ ദൈവം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരും. ലോകത്തിൻ്റെ ആയുധങ്ങൾ ബോംബുകളായിരിക്കും. ലോകത്തിൻ്റെ ആയുധങ്ങൾ പലതുമായിരിക്കും. ദൈവത്തിൻ്റെ ആയുധങ്ങൾ പ്രകൃതിയോടുള്ള കൽപ്പനയായിരിക്കും. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവർക്ക് വിരോധമായി വാളെടുക്കുവാൻ കൽപ്പിക്കും. പകർച്ചവ്യാധികൾ പറന്നെടുക്കും. ആ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. മലകൾ കടുന്തൂക്കായി ഇടിഞ്ഞു വീഴും. ആ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിക്കുകയും അല്ലെങ്കിൽ യേശു ജയിക്കുകയും ഇതര ജനം പരാജയപ്പെടുകയും ചെയ്യും. പക്ഷേ അതിനു മുമ്പേ നമ്മൾ ഇവിടുന്ന് പോകും. കാര്യം ഇസ്രയേൽ ദൈവത്തിൻ്റെ ക്ലോക്കാണെങ്കിൽ സഭയുടെ വാച്ച, പരിശുദ്ധാത്മാവിൻ്റെ വാച്ച. സഭയോട് എന്തെങ്കിലും പറയുവാൻ പരിശുദ്ധാത്മാവിനുണ്ടെങ്കിൽ നമ്മെ തന്നെ ചിഹ്നങ്ങളായി കാണിച്ചുകൊണ്ട ദൈവത്തിൻ്റെ ട്രിഗറിങ് ടൈംസ് എന്ന ആശയമാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു ട്രിഗറിങ് നടന്നത് ജാതികൾ ചിതറുകയും ഇസ്രയേൽ വേർതിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുവാൻ നിമ്രോദിൻ്റെ കാലത്ത് ഉണ്ടായതാണ്. നിമ്രോദിൻ്റെ കാലത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കർത്താവിൻ്റെ ദാസന്മാരിൽ ഒരാൾ അതിനെക്കുറിച്ച് തൊടുന്നത് കേട്ടു. ഞാൻ ഒരൊറ്റ വാക്കുപോലും അദ്ദേഹത്തോട് പറഞ്ഞില്ല. കാര്യം പൊതുലോകത്തിനുള്ള പരിമിതമായ അറിവിനകത്ത് നിന്ന് മാത്രമേ അങ്ങനെയുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിമ്രോദിൻ്റെ കാലത്ത് സംഭവിച്ചത് ആകാശത്തെ സ്വാധീനിക്കുവാൻ അവർ ശ്രമിച്ചതാണ്. ദൈവത്തെ സ്വാധീനിക്കുവാൻ, സ്വർഗത്തെ സ്വാധീനിക്കുവാൻ വേണ്ടി ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഉപയോഗിച്ചതാണ് അന്ന് പറ്റിയ പ്രധാന മിസ്റ്റേക്ക്. അതോടുകൂടെ ദൈവം ജാതികളായി അവരെ ചിതറിക്കുകയും അവർ വെവ്വേറെ ഭരിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിൾ ഭൂമിയിൽ കൊണ്ടുവന്നത് ദൈവമാണ്. അവരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ ഭൂമി മൊത്തം ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കേണ്ടതായി വരും. അത് വരാതിരിക്കുവാൻ ഡിവൈഡഡ് ദം ഇൻറ്റു നേഷൻസ്, അനേക രാജ്യങ്ങളായി അവരെ വേർതിരിക്കുകയും അവർ ഓരോരുത്തരും യുദ്ധം ചെയ്തോളാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ പിരിച്ചുവിട്ടു. അബ്രഹാമിനെ മാത്രം ദൈവം ഒരുമിച്ച് മാറ്റി നിർത്തിയേച്ചു പറഞ്ഞു, 25 ലക്ഷത്തിൽ 1 ഭാഗം ഭൂമി നിനക്ക് തരികയാണ്. നിന്റെ സന്തതി ഇതിനകത്ത് വർദ്ധിച്ചു വളരേണം. ഞാൻ വിറ്റുകളഞ്ഞ ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ച വീണുപോയ ദൂതന്മാരുടെ വന്ന പിശാചുക്കളുടെ ഇഷ്ടം. ഞാൻ ആ പദം പറഞ്ഞത് ഒരു കണക്ഷൻ ഇല്ലാതെയാണ് പറഞ്ഞത്. വീണുപോയ ദൂതന്മാരെയാണ് പിശാചുക്കൾ എന്ന് ഇന്ന് വിളിക്കുന്നത്. വീണുപോയ ദൂതന്മാരുടെ സംസ്കാരത്തിൽ അവരെ പോലെ പ്രവർത്തിക്കട്ടെ. പക്ഷേ അബ്രഹാമേ, നിന്റെ മക്കൾ ഞാൻ പറയുന്ന പോലെ നടക്കണം. ഉടുപ്പിൽ, നടപ്പിൽ, വിവാഹത്തിൽ,
ഭക്ഷണത്തിൽ, വസ്ത്രധാരണത്തിൽ, ഷേവിങ്ങിൽ, ഹെയർ കട്ടിൽ, സകലതിലും ഞാൻ പറയുന്ന പോലെ നടക്കണം. ജാതികൾ ഇഷ്ടം പോലെ നടക്കട്ടെ, ബോംബെ കെട്ട് വേണ്ടവൻ അതെടുക്കട്ടെ, കൽക്കട്ട കെട്ട് വേണ്ടവൻ ഇതെടുക്കട്ടെ, പക്ഷെ നീ ഞാൻ പറയുന്ന പോലെ നടക്കണം. നീ നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യരുടെ അടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടി കൊണ്ടും ശിക്ഷിക്കും. നീ എൻ്റെ മുമ്പിൽ നടക്കണം. അങ്ങനെ അബ്രഹാം തൻ്റെ തലമുറകളിൽ ദൈവത്തോടുകൂടെ നടന്നു. ഏറ്റവും അവസാനമായി ഈ 25 ലക്ഷത്തിൽ ഒരു ഭാഗം മാത്രമുള്ള ഭൂമിയിൽ നിന്ന് യേശു ജനിക്കുകയും നഷ്ടപ്പെട്ടു പോയ ജാതികളെ കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ വിലക്കെടുക്കുകയും ചെയ്തു. യേശു തൻ്റെ രക്തം കാൽവറിയിൽ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വില മുടക്കി. അവരോടൊരു സദ്വർത്തമാനം വിളിച്ചു പറഞ്ഞു. 1, മാനസാന്തരപ്പെടുക. 2, സ്നാനപ്പെടുക. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 4, ഈ തലമുറയിൽ നിന്നും വേർപാടാചരിക്കുക. ഈ 4 ലക്ഷണങ്ങൾ അംഗീകരിക്കുന്നവരെ, 4 കാര്യങ്ങൾ അംഗീകരിക്കുന്നവരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കും, അല്ലാത്തവരുടെ പാപം നിൽക്കും. ആ പദങ്ങൾ മറക്കരുത്. അങ്ങനെ അബ്രഹാമിനെ വേർതിരിക്കുന്നതായിരുന്നു ലോക ചരിത്രത്തിലെ അതിപ്രധാനമായ ആ ട്രിഗറിംഗ് പോയിന്റ്. അബ്രഹാമിൻ്റെ സന്തതിയായി ഒരു പുതിയ നിയമസഭയെ ഒരുക്കുവാൻ ദൈവം പെന്തക്കോസ് നാളിൽ തീരുമാനിക്കുകയും, നേരത്തെ തീരുമാനിച്ചു, പെന്തക്കോസ് നാളിൽ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടാകുകയും ഭൂമിയിൽ നിന്ന് ഒരു വിശുദ്ധ സഭയെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുകയും ചെയ്തു. അതിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. സംഗതികൾ വിശദമായി മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഒരു പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് 7 നിറങ്ങളാക്കി മാറ്റി വീണ്ടും അതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കുവാൻ ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്നത് പോലെ സംഗതികൾ വിശകലനം ചെയ്ത് പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. മലയാളത്തിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ സാധാരണ പറയാറുണ്ട്, തലമുടി നാരെടുത്ത് 4ആയി കീറി അതിനകത്തെന്നെ ഉണ്ടെന്ന് ശോധന ചെയ്ത് വെച്ച് തിരിച്ചു വെക്കുന്ന ആ സമ്പ്രദായമൊന്നും നമുക്ക് വേണ്ടതെന്ന്. വേണ്ട. പക്ഷേ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ അറിയാം, മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പോകാതെ കാര്യങ്ങൾ ഗ്രഹിക്കാനൊക്കത്തില്ല. നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുകയാണ്. 1, സഭ 2ആയി തിരിയും. ലോകം 2ആയി തിരിഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ ആ വാണിങ്ങോടുകൂടെ. എന്നാൽ ഏതാ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ആ വാണിങ്ങോടുകൂടെ ആ ലോകം 2ആയി തിരിഞ്ഞു കഴിഞ്ഞു. എന്നാൽ സഭ 2ആയി തിരിയുന്നത് എന്നാണ്? സഭ 2ആയി തിരിയുന്നത് ഈ അന്തിമ ദിവസങ്ങളിലാണ്. സഭയുടെ രൂപീകരണം നടക്കുന്നത് തന്നെ പെന്തക്കോസ് നാളിലാണ്. അതിനുശേഷം സഭ 2ആയി തിരിഞ്ഞു കഴിയാറായി എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. പത്യോപദേശവും വിശുദ്ധിയും കാക്കുന്നവർ പരിശുദ്ധാത്മാവിനോടൊപ്പം ഒരു ഗ്രൂപ്പായിരിക്കും. എന്നാൽ 1 തീമോഥെയോസ് 6:3 അനുസരിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവർ വ്യാജാത്മാവിനോടൊപ്പം ആയിരിക്കും. വ്യാജാത്മാവും ഭയങ്കര സ്ട്രോങ് ആണ്, മറക്കരുത്. ഞാനിത് ഇന്ന് ഇത്രയും വേഗത്തിൽ എടുക്കാൻ കാര്യം, അടുത്ത എത്ര ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ലോക സംഭവങ്ങൾ അന്ത്യകാലത്തേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഒരുപക്ഷെ ഞാനും എൻ്റെ മക്കളും മരിക്കുന്നത് വരെ, ഇതിനകത്തിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ അനന്തര തലമുറകളും മരിക്കുന്നത് വരെ കർത്താവ് വന്നില്ലെന്നിരിക്കാം. എങ്കിലും ഞാൻ പറയാനുള്ളത് പൂർണ്ണ ഗൗരവത്തിൽ പറയും. കാര്യം അത് ഏത് സെക്കൻഡിലാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അത് പറയുവാൻ സുവിശേഷകന്മാരെ ദൈവം അധികാരപ്പെടുത്തിയതാണ്. അവരത് പറഞ്ഞിരിക്കും. 2ആയി സഭ തരം തിരിയുകയാണ്. ആ പദം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. 1 തീമോഥെയോസ് 6:3 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്ക് ഒത്ത ഉപദേശവും. ഭക്തിക്ക് ഒത്ത ഉപദേശം. ഭക്തിക്ക് ഒക്കാത്ത, നിരക്കാത്ത, ചേരാത്ത ഉപദേശങ്ങളുണ്ട്. അത് അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഭക്തിക്കൊത്ത ഉപദേശം എന്ന് തിരുവചനത്തിൽ എഴുതി ചേർത്തത്. അല്പം കൂടെ മുന്നോട്ട് വരുമ്പോൾ, ചില സ്ലൈഡുകൾ മുന്നോട്ട് വരുമ്പോൾ, ഇന്നവിടെ എത്തുമോന്ന് എഗെയിൻ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ക്രിസ്ത്യാനിത്വം, ദൈവസഭ ഒരു മതമല്ല, പകരം അതൊരു മാർഗമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്, ഈ മാർഗക്കാരായ വല്ലവരെയും ദമസ്കോസിൽ കണ്ടുകിട്ടുമോ എന്നറിയുവാൻ. മനുഷ്യനാണ് പൗലോസ്, മതമനുഷ്യനാണ്. ഇവരും മതത്തിൽ ഉൾപ്പെടുന്നവരാണ്, ഇവരും നിയമങ്ങൾ അനുസരിക്കുന്നവരാണ്. എന്നാൽ ഇതൊരു മാർഗമാണ്. നടപ്പെങ്ങനെയാണ്, ഉടുപ്പെങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ്, പോക്കെങ്ങനെയാണ്, ക്രിയ എങ്ങനെയാണ്, ഇതൊരു മാർഗമാണ്, ഇതൊരു മതമല്ല. അവസാനം വിശുദ്ധ പൗലോസ് രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു പദമുണ്ട്. ഏതാണ്ട് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ വരുമ്പോൾ അത് കാണാം. മറ്റേത് 9-ാം അധ്യായത്തിൽ കാണുന്നതാണ്. ഈ മാർഗക്കാരായ വല്ലവരെയും ദമസ്കോസിൽ കണ്ടാൽ പിടിച്ചു കെട്ടാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവുമായി വന്നുവെന്ന്. ഒടുവിൽ പൗലോസ് തൻ്റെ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയുമ്പോൾ ഏറെക്കുറെ 20-ാം അധ്യായം അടുത്തു വരും. എവിടെ ഒരു സ്ലൈഡിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടത്. അത് വരുമ്പോൾ പറയുന്നത്, മതഭേദമെന്ന്
ഇവർ പറയുന്ന ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ സേവിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ ദൈവം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ നടന്നെങ്കിലേ മതിയാകൂ. പത്യോപദേശത്തിന് നിരക്കുന്ന ഉപദേശം പ്രസ്താവിക്കുവാൻ കർത്താവ് ബഥേലിന് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിത്വം മതമല്ല, പകരം ഒരു മാർഗമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:2 ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാർ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടുവാൻ അനുവാദപത്രവുമായി പുറപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 20 ഞാൻ പറഞ്ഞത് തെറ്റി, 20 അടുത്തെന്ന് പറഞ്ഞിരുന്നല്ലോ. 24 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ, എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതൊക്കെയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മഹാകരുണയാൽ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു പുതിയ മാർഗത്തിലാണ് ഞാനും നിങ്ങൾ നടക്കുന്നത്. ക്രിസ്ത്യാനിത്വം മതമല്ല, മാർഗമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അവസാനമായി ഈ ആശയം ഇവിടെ പ്രസംഗിച്ചിട്ട് ഒരു 10 വർഷമെങ്കിലുമായി കാണും. ഒരു 10 വർഷത്തിന് മുമ്പായിരിക്കും മതവും മാർഗവും എന്ന ആശയം, അല്ലെങ്കിൽ അത് പൊതു സബ്ജക്റ്റായി ഞാൻ എടുത്തത്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, പകരം ഇതൊരു മാർഗമാണ്. വിശ്വാസത്തിലെ പിന്മാറ്റം ഈ കാലങ്ങളിൽ നാം അറിയേണ്ട ഒന്നാണ്. ഒരു ട്രിഗറിങ് നടക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കണം, പിശാചിനുമുണ്ട് ട്രിഗറിങ്. വിശ്വാസത്തിൽ നിന്ന് ആളുകൾ പിന്തിരിയുവാൻ ഒരുപാട് ട്രിഗറിങ് പിശാചിനുമുണ്ട്. ആ ട്രിഗറിങ്ങിൻ്റെ കൂട്ടത്തിൽ നാം പോകരുത്. വിശ്വാസത്തിൽ നാം മുന്നോട്ട് വരേണം. വിശ്വാസത്തിൻ്റെ പിന്മാറ്റം, ബാക്ക് സ്ലൈഡിങ്ങിനെ കുറിച്ച് വേഗത്തിലൊന്ന് പറയാം. സുവിശേഷത്തോടുള്ള എതിർപ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു. പള്ളിഭ്രഷ്ടരാക്കുക എന്ന ആശയം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു. ഞാൻ എടുത്തു പറയാം, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറയുകയാണ്. സ്നാനപ്പെട്ടവരെ മുഴുവനും മെയിൻ ലൈൻ ചർച്ചസിൽ നിന്ന് മുടക്കുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. കാര്യം, സഭയെ വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചതാണ്. അങ്ങനെ സഭ വേർതിരിഞ്ഞു. ഇന്ന് പെന്തക്കോസ്തിൻ്റെ അകത്ത് സത്യത്തിൽ വിശ്വസിക്കുന്നവരെ പെന്തക്കോസ് മതങ്ങൾ പുറത്താക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. എനിക്കും എന്നെപ്പോലെയുള്ളവർക്കും അറിയാം, എവിടെയെങ്കിലും പരിശുദ്ധാത്മ നിബിധമായ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അഭിഷക്തന്മാരായ ആളുകൾ ചേർന്ന് ഒരു മീറ്റിംഗ് നടക്കുന്നുവെങ്കിൽ ആ മീറ്റിങ്ങിന് പോകരുത് എന്ന് വട്ടത്തിലുള്ള അയൽസഭകൾ അനൗൺസ് ചെയ്യും. അവരെ പള്ളിഭ്രഷ്ടരാക്കുവാൻ ശ്രമിക്കും. പള്ളിയിൽ നിന്ന് ഒരുത്തനെ എടുത്ത് പുറത്ത് കളയുന്നൊരു പടമൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. ഇന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. അത് തന്നെ എന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. പള്ളിഭ്രഷ്ടരാക്കുക. അടുത്തത്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രത്യേകത, ഇന്നല്ല കഴിഞ്ഞ ഒരു 20ഓളം വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രത്യേകത, ഏതെങ്കിലും ആത്മനിബിഡമായ അല്ലെങ്കിൽ അഭിഷക്തന്മാർ ചേർന്ന് ഒരു മീറ്റിംഗ് എവിടെയെങ്കിലും വെച്ചാൽ അന്ന് പാരലൽ മീറ്റിങ്ങുകൾ കണ്ട നാമധേയ സഭകളിൽ മൊത്തം കാണും. ആത്മസാന്നിധ്യമില്ലാത്ത, പക്ഷെ പാരലലി ഒരു മീറ്റിംഗ് വെച്ചാൽ നമ്മുടെ പള്ളിയിലെ മീറ്റിംഗ് കളഞ്ഞേച്ച് മറ്റേതിന് പോയോടാന്ന് നാളെ വിളിച്ച് ചോദിക്കത്തക്കവണ്ണം നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. ആ കാര്യം കഴിഞ്ഞു. ആദ്യ വിശ്വാസവും പ്രതിഷ്ഠയും അനേകർ തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. തീമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കണമെന്നില്ല. തീമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഏതെങ്കിലും കന്യകയായ ഒരു പെൺകുട്ടി, യൗവനക്കാരത്തിയായ ഒരു പെൺകുട്ടി, ഞാൻ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയാണ്, വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയതിനാൽ തുടർന്ന് ഞാൻ സുവിശേഷവുമായി അവിവാഹിതയായി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയോ ചെയ്താൽ വളരെ ശോധന കഴിക്കാതെ അവളെ എടുക്കരുത്. ആ ഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം അതാ. കാര്യം, നാളെ ധാരാളം ആഹാരം കിട്ടും. തിന്നു പുളച്ചു കഴിയുമ്പോൾ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും. വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം സകല ചെറുപ്പക്കാർക്കും ഭൂമിയിൽ ഉണ്ടാകും. എനിക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിൽ പലരും, മിക്കവരും വിവാഹിതരായിരിക്കുന്നത്. അല്ലാത്തവർ വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, ഒരിക്കൽ വിവാഹം കഴിക്കയില്ല എന്ന് തീരുമാനിച്ചവർ ആദ്യ നിയമം പ്രതിഷ്ഠയും വിട്ടുപോയാൽ ശിക്ഷാവിധി അവർക്ക് വേണ്ടി കാത്തിരിക്കും. ആദ്യ വിശ്വാസവും പ്രതിഷ്ഠയും തള്ളിക്കളയരുത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളയുക, സഭ വിശ്വാസത്യാഗത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കുക. 2, ഈ ലോകത്തിൻ്റെ കാലഗതികളിലേക്ക് മനുഷ്യനെ തിരികെ പിടിക്കുകയാണ്. പിശാചെന്ന് പറഞ്ഞാൽ എന്തോ, വീണുപോയ ദൂതന്മാരാ.
ഞാൻ ഒരു ഏരിയയിലോട്ട് കടക്കണമെന്ന് കഴിഞ്ഞ് 3-4 മാസമായി ആലോചിക്കും. 3-4 മാസമല്ല, മേ ബി ഒരു വർഷത്തിലധികമായി ആലോചിക്കുന്നുണ്ട്. അതിനാവശ്യമുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ എനിക്ക് ഒത്തിട്ടില്ല, വീഡിയോകൾ കളക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോകുവാനുള്ള അല്ലെങ്കിൽ ചൊവ്വയിൽ പോകുവാനുള്ള ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുന്നതിന് നീണ്ട വർഷങ്ങൾക്ക് പുറകിൽ മുതൽ എന്നയക്കണം എന്ന് കണക്ക് കൂട്ടും. ആൽബർട്ട് ഐൻസ്റ്റൈനാണ് കാൽക്കുലസ് എന്ന മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ചത്. മാത്തമാറ്റിക്സിൻ്റെ വിഭാഗം അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. ആ വിഭാഗം ഉപയോഗിച്ച് ദൂരങ്ങളിൽ കറങ്ങുന്നതായ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ശാസ്ത്രം കണ്ടുപിടിച്ച ശേഷം അത് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഭാഷയില്ലാഞ്ഞതിനാൽ ആ ഭാഷ തേടി ഇറങ്ങി തൻ്റെ സമയത്തിൻ്റെ 20% അതിനുവേണ്ടി ചെലവഴിച്ച് കണ്ടുപിടിച്ച ഭാഷയാണ് കാൽക്കുലസ്. ഗ്രഹങ്ങളുടെ നിലകൾ നോക്കുക, കറക്കത്തിൻ്റെ സ്പീഡ് നോക്കുക, ഗതി നോക്കുക, ഇതൊക്കെ നോക്കുന്നത് ആ കാൽക്കുലസ് ഉപയോഗിച്ച. ഓക്കെ, ചെയ്തു. ചൊവ്വഗ്രഹം ഇന്ന ദിവസം ഭൂമിയോട് ഏറ്റവും അടുത്തു വരും. ചില ഗ്രഹങ്ങൾ അകന്നു പോകും, ചില ഗ്രഹങ്ങൾ അടുത്തു വരും. നിശ്ചിത പരിതസ്ഥിതിയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഭൂമിയുമായുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസിന് വ്യത്യാസം വരും. ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്നത് എന്നാണ് എന്നവർ കണ്ടുപിടിക്കും. ഈ വർഷം ഡിസംബർ 31 ഇരിക്കട്ടെ, അല്ലേ, ഞാൻ മണ്ടത്തരം ഒരു സംഖ്യ പറയുന്നത് മാത്രം, ഒരു ഫിഗർ പറയുന്നത് മാത്രം. ഈ വർഷം ഡിസംബർ മാസം 31 ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുന്നത്, അല്ലെങ്കിൽ ഇരിക്കട്ടെ ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്നത് എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഇന്ന് ഒരു പക്ഷേ 10 ലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കാം, അന്ന് 9 ലക്ഷം കിലോമീറ്ററേ കാണത്തുള്ളൂ. ആ 9 ലക്ഷം കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര ചെയ്യുവാൻ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു ഉപഗ്രഹത്തിന് എത്ര നാൾ വേണം? കണ്ടുപിടിച്ചു. അത്രയും ദിവസങ്ങൾക്ക് മുന്നമേ, ആ സെക്കൻഡുകൾക്ക് മുന്നമേ ആയിരിക്കും ഇവിടെ നിന്നത് ഫയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫയറിംഗ് ടൈം നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച് കൗണ്ട് ഡൗണും ഒക്കെ കൊടുത്ത് 10 മിനിറ്റ്, 9 മിനിറ്റ്, 8 മിനിറ്റ്, 1 മിനിറ്റ്, എന്നിട്ട് പറയും 55 സെക്കൻഡ്, 50 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ഇങ്ങനെ സമയം കണക്ക് കൂട്ടി വിടുന്നത്? അങ്ങനെ വിട്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഇതവിടെ ചെല്ലത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ബാഹ്യാകാശ പേടകം ഒരിടത്തൂടെ പോകുമ്പോൾ ഗ്രഹം വേറൊരു വശത്തായിരിക്കും, അവരുദ്ദേശിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങാനൊക്കത്തില്ല. മറക്കരുത്, ഗാലക്സികളും ഇതുപോലെ അടുത്തു വരും. എൻ്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒരു പൊതു ഇൻഫർമേഷൻ അറിയുവാൻ വേണ്ടി മാത്രം, ഗാലക്സികളും ഇതുപോലെ അടുത്തു വരും, അകന്നു പോകും. വീണുപോയ ദൂതന്മാർ, വ്യത്യസ്ത ഗാലക്സികളിലുള്ളവർ ഭൂമിയുടെ മേൽ സ്വാധീനം കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഭൂമിയുടെ മേൽ നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന യാഥാർത്ഥ്യം യോബിൻ്റെ പുസ്തകം വ്യക്തമാക്കുന്നു, അഥവാ ബൈബിൾ വ്യക്തമാക്കുന്നു. ആ സ്വാധീനത്തിനൊത്തവണ്ണം, കാലഗതിക്കൊത്തവണ്ണം ആളുകളിൽ ഫാഷൻ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന ആശയം? ഇവിടെ അടുത്തൂടെ പോകുന്ന ഗാലക്സിയിലുള്ള വീണുപോയ ദൂതന്മാരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അവൻ്റെ അനുയായികൾ ഭൂമിയിൽ നൃത്തം ചെയ്യുന്ന ഒരു കാലഘട്ടം അടുത്തു വരും. തിരുവോണത്തിൻ്റെ സമയത്ത് ആ ശക്തിയും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വ്യത്യസ്ത സമയങ്ങളിൽ അതാത് ശക്തികളും ഭൂമിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതാതിൻ്റെ വേഷവിധാനങ്ങളോടെ ആളുകൾ അടുത്തു വരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. വിശദീകരണത്തിലോട്ട് പോകുകയാണ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അങ്ങനെ അനുസരിച്ച് നടക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്ന പദമാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും അവർ മരിച്ചവരാണ്. എങ്ങനെയാണ് അവർ മരിച്ചത്? ആകാശത്തിൻ്റെ കാലഗതിക്കൊത്തവണ്ണം, അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ശക്തികളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം തങ്ങളെ തന്നെ അലങ്കരിച്ച് നടത്തിയതിനാൽ അവർ മരിച്ചവരായിരുന്നു. ആകയാൽ മോഡേണിസത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ, കാലഗതിക്കനുസരിച്ചുള്ള പോക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. ബൈബിളിൻ്റെ പ്രത്യേകത, ദാറ്റ് ഈസ് ദി ബുക്ക് ഫോർ എവർ, ഫോർ എവർ, ഫോർ എവർ, എന്നും 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 എക്കാലത്തും നിലനിൽക്കുന്നതായ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ജീവിതവും ഉപദേശവും എന്ന പദം ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. 1 തീമോഥെയോസ് 4:16 നമ്മൾ ഒന്നെടുത്തതാണ്. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഞങ്ങൾ കൽപ്പിച്ച ഉപദേശമുണ്ട്, ദൈവവചനം പറയുന്ന ഉപദേശമുണ്ട്. തീമോഥെയോസേ, അതിനകത്ത് നിലനിൽക്ക്.
അതിനകത്ത് നിലനിന്നാൽ നിന്നെ തന്നെ രക്ഷിക്കും. നിന്റെ ഉപദേശം അതിനകത്താണെങ്കിൽ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ. 3-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധന്മാർക്ക് വിശ്വാസം കൊടുക്കുന്നത് പല ആവർത്തിയായിട്ടല്ല, 50 വർഷം 100 വർഷം കൂടുമ്പോൾ ഇളക്കി കൊടുക്കുന്നതല്ല ദൈവവചനത്തിൻ്റെ വിശ്വാസം. ദാറ്റ്സ് വൺസ് ആൻഡ് വൺസ് ഫോർ ഓൾ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം ആവശ്യമാണ്. പോരാടി ജയിക്കുന്ന ഒരു സമ്പ്രദായം പിന്നത്തേതിൽ വരും എന്നറിഞ്ഞുകൊണ്ട് തിരുവചനം പറഞ്ഞു. മറക്കരുത്, സഭ പരിശുദ്ധാത്മാവിൻ്റെ വാച്ച നമ്മെ കാണിക്കുന്നത്, ഈ വാച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കാണിക്കുന്നത്, ഇവിടെ വരുന്ന വ്യത്യാസങ്ങൾ കാണിക്കുന്നത്, പിശാച് കൊടുക്കുന്ന ഓരോ ട്രിഗറിങ്ങിനൊത്തവണ്ണം സഭ മാറുന്നത് സഭയെ രണ്ടാക്കാൻ വേണ്ടിയാണ്. ഒന്ന് ദൈവത്തിന് വേണ്ടി പത്യോപദേശത്തിലുള്ളതും വേറൊന്ന് പത്യോപദേശം വിട്ടതും എന്ന് എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. അടുത്തത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ഇത് വായിച്ചേ പറ്റത്തുള്ളൂ. ദയവായി പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നീണ്ട വാക്യങ്ങളാകയാൽ എനിക്ക് 1-2 പേജുകളിൽ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ രത്നച്ചുരുക്കം ഒരു ഭാഗം മാത്രം കൊടുത്തതേ ഉള്ളൂ. ദയവായി വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. നിങ്ങൾ കഷ്ടം സഹിക്കണം, പക്ഷെ കള്ളനായിട്ട് കഷ്ടം സഹിക്കേണ്ടത്, ദുഷ്പ്രവർത്തിക്കാരനായി കഷ്ടം സഹിക്കരുത്. പിന്നെ പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. പരകാര്യത്തിൽ ഇടപെടുന്നവനായി കഷ്ടം സഹിക്കരുത്. ഇവിടെ സഹോദരന്മാർ വിളിച്ചതുണ്ട്, ഇന്നാർ ഇന്നതിലെ പോയത് കണ്ടോ, നമ്മുടെ ഇന്നാർ ഇന്നത് കണ്ടോ. ഞാൻ ചോദിച്ചോളൂ, പരകാര്യത്തിൽ ഇടപെടുന്ന താൻ എന്നെ തൻ്റെ അടുക്കളയിൽ ആഹാരമുണ്ടോ എന്ന് അന്വേഷിക്കണു, തൻ്റെ പിള്ളേരെ സ്കൂളിൽ വിടാൻ പണമുണ്ടോ എന്ന് നോക്കണു. മറ്റവൻ എതിലേലും പോട്ടെ, പരകാര്യത്തിൽ ഇടപെടാതെ അത് പോട്ടെ. അത് മീഡിയക്കാരന് വിട്, അത് ക്രിസ്ത്യാനിയുടെ ലക്ഷണമല്ല. അത് മീഡിയക്കാരന് വിട്, അത് ക്രിസ്ത്യാനിയുടെ ലക്ഷണമല്ല. നീ അതിൻ്റെ പുറകെ നശിക്കാതിരിക്കുക. എന്നോട് ഒരാൾ ഒരിക്കൽ വിളിച്ചു പറഞ്ഞ് എൻ്റെ അടുക്കൽ ഇന്നാര് കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ ചർച്ചിൻ്റെ സെക്രട്ടറിയാണ്, പാസ്റ്ററാണ്, നിൻ്റെ അടുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞെന്ന് പറയാം. ചുമ്മാ അവനോണ്ട് പണി നോക്കടാ. വല്ലോൻ്റെയും കംപ്ലൈൻറ്റ് എന്തിനാ എൻ്റെ അടുക്കുമെന്ന് പറയുന്നത്? എന്നെ ബാധിക്കാത്ത ഒരു കംപ്ലൈൻറ്റ്, ചൈനയിൽ ഇന്നത് നടക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ ആരെങ്കിലും കംപ്ലൈൻറ്റ് പറയാൻ വരും. അതുകൊണ്ട് ഞാൻ എന്നെ വേണം, ചൈനയിൽ എന്തെങ്കിലും നടന്നേന്. ഇവിടുത്തെ ഡിഫൻസ് സർവീസിൽ ഇന്ന തെറ്റുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ ആരെങ്കിലും വരും. ഞാൻ അതിൻ്റെ ആരെ? എന്നോട് ചോദിക്കാൻ അതിനകത്ത് കാര്യമൊന്നുമില്ല. പരകാര്യത്തിൽ ഇടപെടുന്നവരായി കഷ്ടം സഹിക്കരുത്. താവോട്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ? എന്നാൽ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. വായിച്ചു, ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം വഹിച്ചുകൊണ്ട്, ക്രിസ്ത്യാനി എന്ന നാമം വഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. വായിച്ചാട്ടെ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ആ വാക്യമാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ആകെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. കർത്താവേ, എൻ്റെ കൺമുൻപിൽ ഇത് കാണാതെ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും കടംപെട്ടവരാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്നവർ ദൈവഗ്രഹത്തിൻ്റെ അംഗങ്ങളാണെന്ന് ചിന്തിച്ചേക്കാം. അതിൽ തന്നെ തുടരുവാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ഉണ്ട് എന്ന് മറക്കരുത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെയല്ല. അനികുഞ്ഞു പാസ്റ്ററെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പലരിലും വ്യാപരിച്ച് കിടക്കുന്ന ചില ദുരാത്മാക്കൾ. എല്ലാവർക്കും പറഞ്ഞു വരുമ്പോൾ സംഗതി മനസ്സിലാകും. അസൂയ, ഈർഷ്യ, പക, പിണക്കം, ദുർമോഹം, ചതിവ്, വഞ്ചന, ദ്രവ്യാഗ്രഹം മുതൽ അനേക ദുരാത്മാക്കൾ മനുഷ്യനിലുണ്ട്. ഒരു ദുരാത്മാവിന് മനുഷ്യനിൽ ഇരിക്കാൻ അവസരം കൊടുത്താൽ അത് അടുത്ത തന്നിലും ദുഷ്ടതയേറിയ 7 എണ്ണത്തെ കൂടെ കൊണ്ടുവരും. ഇങ്ങനെ പല ദുരാത്മാക്കൾ ഒരുമിച്ച മനുഷ്യനിൽ വസിക്കും. അനിയും കുഞ്ഞൊരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററേ, അത് യേശുവിൻ്റെ രക്തമാണെന്നൊന്നും പറഞ്ഞാലൊന്നും ഇത് പോകില്ല. അതും പറഞ്ഞും കൊണ്ടാണ് അസൂയമായിട്ട് നടക്കുന്നത്. അത് പറഞ്ഞും കൊണ്ടാണ് ഈ പിണക്കവുമായി നടക്കുന്നത്. അത് പറഞ്ഞാലൊന്നും ഇത് പോകില്ല. അതിന് ജീവിച്ചേ പറ്റത്തുള്ളൂ. അതിനങ്ങനെ ജീവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇത് പോകത്തില്ല. അതിന് ജീവിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ എഴുന്നേറ്റ് കിട്ടണം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. വായിച്ചു. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അങ്ങനെയാണെങ്കിൽ ഇതുവരെ പറഞ്ഞ നമ്മളെന്ന് പറയുന്നവർ ദൈവത്തിന്റെ സുവിശേഷം അംഗീകരിച്ച് നമ്മളാ.
പക്ഷെ ഭക്തിക്കൊത്ത ഉപദേശത്തിലല്ലാതെ നടക്കുന്നവർ, ഇതിനേക്കാൾ വ്യക്തമായി ഞാൻ എവിടെ പറയണം? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഭക്തിക്കൊത്ത ഉപദേശത്തിൽ നടക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ നീതിമാൻ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അവരുടെ ന്യായവിധി എത്ര വലുതാകും? വായിച്ചോ 18 കൂടെ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അഭക്തൻ രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് പറയുന്നില്ല. ജീവിതം ഭക്തിക്കൊത്തതല്ല. അഭക്തന്റെയും പാപിയുടെയും സ്ഥിതി എന്താകും? ഇത് ദൈവവചനത്തിലുള്ള ചോദ്യമാണ്. ഞാനത് ഇവിടുന്ന് മാറട്ടെ. പിന്മാറ്റം ഇതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാ. പിന്മാറ്റം ഇതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാ. കലപ്പയ്ക്ക് കൈവച്ച ശേഷം, വായിക്കുന്നില്ല, ലൂക്കോസ് 5:57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് യേശു പറഞ്ഞു. എബ്രായ ലേഖനം 6-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് എന്ന് വിശ്വസിക്കുന്നു. എബ്രായ ലേഖനത്തിൽ എഴുതുകയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ പിന്നതിനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിയുന്നതല്ല, ചുട്ടുകളയാണ് അതിൻ്റെ അവസാനം. മറക്കരുത്, പിന്മാറ്റത്തിന് ദൈവത്തിന് പ്രസാദമില്ല. എബ്രായർ 6:46, 10:18 പിന്മാറ്റത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ഈ സ്നാനപ്പെട്ട ശേഷം വേർപാട് അനുഷ്ഠിക്കാത്ത പലരെയും പിന്മാറ്റക്കാരെന്ന് വിളിച്ചേ പറ്റൂ. വേറെ ഒരു മാർഗവും ഇല്ല. വേറെ എന്ന പേരിലെ അവരെ വിളിക്കുന്നത്? പോട്ടെ. യെരമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം പറഞ്ഞു, മടങ്ങി വരിക പിന്മാറ്റക്കാരാ, മടങ്ങി വരിക. ഇന്ന് പകൽ മടങ്ങി വരുവാൻ സഭ മുഴക്കുന്ന ആഹ്വാനമാണിത്. അതിനായി ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 11:3 ഉപായത്താൽ ചതിക്കുന്ന പലരുമുണ്ട്. ഇച്ചിരി അതിന് കുഴപ്പമൊന്നുമില്ല പാസ്റ്ററെ. അങ്ങനെ പോയാൽ ഇച്ചിരി പോയാൽ കുഴപ്പമൊന്നുമില്ല. ഉപായത്താൽ ചതിക്കുന്ന അനേകരുണ്ട്. കാര്യം മറക്കരുത്. 1 യോഹന്നാൻ 2:26 ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ അവയിലൂടെ ഈ അശുദ്ധ ശക്തികൾ അകത്ത് കയറും. പിന്മാറിയാൽ ദൈവത്തിന് പ്രസാദമില്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്കാമ പ്രവൃത്തികൾ ഉണ്ടാകരുത്. ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ്. ദുഷ്കാമ പ്രവൃത്തികൾ ഉണ്ടാകരുത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അന്ന് നിങ്ങൾ മരിച്ച അവസ്ഥയിലായിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം ഈ വാക്യം നോക്കിയതാണ്. അന്ന് നിങ്ങൾ മരിച്ച അവസ്ഥയിലായിരുന്നു. ഇന്ന് ജീവനുള്ളവരായി എഴുന്നേൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ മോഷ്ടിക്കരുത്, ചതിക്കരുത്, കോപിക്കരുത്, വേല ചെയ്യണം, മടി പിടിച്ചിരിക്കരുത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദുർനടപ്പ്, അശുദ്ധി, ദ്രവ്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്നിങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ട് പോകും. ഇത് ഞാൻ ഏതോ മന്ത്ലി ഉപവാസ പ്രാർത്ഥനകൾക്ക് ഇവിടെ എടുത്തിട്ടുള്ളതാണ്. ഏതാണ്ട് 25ഓളം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ചേർത്ത് പറഞ്ഞു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സഭ ഏറെക്കുറെ 2ആയി പിരിഞ്ഞു. എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞായിരുന്നു, പാസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ മലയാളത്തിൽ വരാതെ വേറെ പോകുന്നത്. മോനെ, അവിടെ പോയിട്ട് സ്വർഗത്തിൽ പോകത്തില്ല. നീ മലയാളത്തിൽ പോയാലും ഹിന്ദി പോയാലും ഭൂമിയിൽ എവിടെ പോയാലും സ്വർഗത്തിൽ പോകാനുള്ള ഏക വ്യവസ്ഥ ബൈബിളാണ്. ഈ ബൈബിളിലേക്ക് മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഈ ബൈബിളിലേക്ക് മടങ്ങി വരിക. ഇത് പറയുന്നത് എന്നെ ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുസരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 13 എന്ന അക്കത്തിനൊരു പട്ടികയുണ്ട്. 13 ഗുണം 1 സമം 13, 13 സമം 2 സമം 26, 3 കൂടെ ഞാൻ ഓർക്കുന്നുണ്ട്. 13 ഗുണം 39, അത്തറ്റം വരെ ഓർക്കുന്നു, ബാക്കി മറന്നുപോയി. 13ൻ്റെ പട്ടിക പഠിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ, 13ൻ്റെ പട്ടിക പഠിപ്പിക്കാത്ത സ്കൂളിൽ പോയി ചേരുക എന്ന് ജയിക്കുമെന്നും കണ്ട. 13ൻ്റെ പട്ടിക പഠിപ്പിക്കാത്ത സ്കൂളിൽ പോയത് കൊണ്ട് ജയിക്കത്തില്ല. തോക്കാൻ തീരുമാനിച്ചവൻ തോറ്റിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ജയിക്കണമെങ്കിൽ വില മുടക്കിയേ മതിയാകൂ. 13ൻ്റെ പട്ടികയും കൂടെ അന്ന് എനിക്കറിയാമായിരുന്നു. യെരമ്യാവ് 3:22 മടങ്ങി വരിക, വിശ്വാസത്യാഗിയായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അവിശ്വാസം മാറ്റിത്തരാം. ഇതാ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളും പർവ്വതങ്ങളുടെ കോലാഹലവും വ്യർത്ഥം. ആ പദത്തിലൊന്ന് നിൽക്കണമെന്ന് എനിക്ക് ആശയമുണ്ട്, സമയക്കുറവായതുകൊണ്ട്. സത്യസുവിശേഷത്തിൽ നിന്നൊരു വ്യക്തിയെ എടുത്തു മാറ്റുവാൻ വേണ്ടി ചെയ്യുന്നത് കോലാഹലങ്ങളുള്ള ഇടങ്ങളിലേക്ക് വിളിക്കുക.
കോലാഹലങ്ങളുള്ള ഇടം, ഭയങ്കര ഡ്രമ്മടിയും ഡാൻസും വേണമെങ്കിൽ ഡിസ്കോ ലൈറ്റും എല്ലാം കൂടെ കോലാഹലത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് പറയും. മറക്കരുത്, മോശ ഒരിക്കൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് യഹോവയായ ദൈവം വന്ന് അഗ്നിമയമായ കൽപ്പനകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഇരുപുറത്തും എഴുത്തുള്ള, അത് എപ്പോഴും എടുത്തു പറയണം കേട്ടോ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം കൊടുത്ത കൽപ്പനകളിൽ ഇരുപുറത്തും എഴുത്തുണ്ട്. ചിലർ പറയും അകം നല്ലതാണെങ്കിൽ മതി, പുറമാരും നോക്കത്തില്ലെന്ന്. ഇടവും മഴമണ്ട, ദൈവം കൊടുക്കുന്നത് ഒരിക്കലും ഒരു പുറത്ത് എഴുത്തുള്ളതല്ല, ഇരുപുറത്തും എഴുത്തുള്ളതായ കൽപ്പലകകൾ കൊണ്ടുവന്ന് മോശയ്ക്ക് കൈമാറി. അതിനകത്തെ ഒന്നാമത്തെ വാചകം ഇതാണ്: ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ എനക്കൊണ്ടാകരുത്. മോശ പർവ്വതത്തിൽ നിന്ന് ഈ കൽപ്പനകളും പിടിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ താഴ്വരയിൽ വലിയ ആഘോഷത്തിൻ്റെ ശബ്ദം കേൾക്കാം. പർവ്വതങ്ങളിലെ ആഘോഷം അല്ലെങ്കിൽ താഴ്വരകളിലെ ആഘോഷം. ഇത് കണ്ടുകൊണ്ട് മോശ പറഞ്ഞു, ഇതെന്തോ ആരാധന നടക്കുക. അവർ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നടുവിൽ നിൽക്കുന്ന പ്രാർത്ഥനാ പുരുഷൻ അല്ലെങ്കിൽ ആരാധ്യനായ പുരുഷൻ കാളക്കുട്ടിയാ. പക്ഷെ അഹരോൻ പറഞ്ഞ വാചകം അറിയാമോ? നാം യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുക. അഹരോൻ പറഞ്ഞ വാചകം, നാം യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുക. യഹോവ എന്ന പേരിട്ടുകൊണ്ട് കാളക്കുട്ടിയെ പിടിച്ച് മുൻപിൽ നിർത്തി ആഘോഷങ്ങൾ നടന്നു. തൻ്റെ മോശ അഹരോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ജനത്തെ കെട്ടഴിച്ചു വിടുവാൻ പലതിലും നടക്കുമ്പോൾ ദുഃഖത്തോടെ ഞാൻ മാറിയിരിക്കാറുണ്ട്. കർത്താവേ, ജനം കെട്ടഴിഞ്ഞു പോകല്ലേ, ദൈവജനം കെട്ടഴിഞ്ഞു പോകല്ലേ, ഞങ്ങൾ കൃപയിൽ നിൽക്കണമേ. ജനത്തെ കെട്ടഴിച്ചു വിട്ടതിനാൽ മോശ കോപിച്ചു എന്ന് കാണുവാൻ കഴിയും. ഇതിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തതിൽ പോകാതെ ഭക്തിക്കൊത്ത ജീവിതത്തിൽ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അടുത്തത് ബിലെയാമിൻ്റെയും നിക്കലോവ്യരുടെയും ഉപദേശങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സഭ ഏറെക്കുറെ രണ്ടായി കഴിഞ്ഞു എന്ന ആശയം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗങ്ങളിലൂടെ പോകുന്നത്. ഇന്നും മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ട്. മടങ്ങി വരേണ്ടവർ മടങ്ങി വരുവാൻ കഴിയും. എങ്കിലും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇടർച്ച വെച്ചു കൊടുത്തതേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഈ സംഭവം അല്പം കൂടെ ഞാനിന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. മോവാബ്യ രാജാവ്, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് തുടങ്ങിയത് അതാ. മോവാബ്യ രാജാവ് ഈ പ്രവാചകനെ വിളിപ്പിച്ചു. മോവാബ്യ രാജാവെന്നറിയാമോ? ജനനത്തിൽ പെശക് പറ്റിയതുകൊണ്ട് ലോത്തിൻ്റെ 2 പെൺകുട്ടികൾ ലോത്തിൽ നിന്ന് ഗർഭിണികളായി. ഞാൻ ആ പദമൊക്കെ പരസ്യമാക്കി പറയുന്നത് 78-ാം വയസ്സിലാണ്. ഇന്ന് പറഞ്ഞില്ലേ, ഇനി എവിടെ ചെന്ന് പറയാനാ? ലോത്തിൻ്റെ 2 പെൺകുട്ടികൾ ലോത്തിനോട് അയോഗ്യമായി ഇടപെട്ടതിനാൽ അവർ 2 പേരും ഗർഭിണികളായി. അവരിൽ നിന്ന് ജനിച്ച 2 കുഞ്ഞുങ്ങളുണ്ട്. അവരിൽ ഒരുവനാണ് മോവാബ്. ഇവനെക്കുറിച്ച് ദൈവവചനം പറഞ്ഞു, 10ാം തലമുറ പോലും ദേവാലയത്തിൽ കയറരുത്. 10ാം തലമുറ പോലും ശപിക്കപ്പെട്ട ഒന്ന. അതിനകത്തുനിന്ന് വീണ്ടെടുക്കപ്പെട്ട മോവാബ്യ പെൺകുട്ടിയായിരുന്നു രൂത്ത്. അവൾ യേശുവിൻ്റെ വല്യമ്മമാരുടെ കൂട്ടത്തിലായി. മാനസാന്തരപ്പെടുവാൻ എപ്പോഴും കഴിയും. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ആർക്കും കഴിയും. പക്ഷെ മാനസാന്തരപ്പെടാതെ പോയാൽ കാലത്തിൻ്റെ പോക്കിൽ 10 തലമുറ വരെ ഉള്ളായിരുന്നു ശല്യം. ആ 10 തലമുറയൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്കൊരു തുള്ളി വെള്ളം ചോദിക്കാൻ ഒക്കുന്നത്, ഒരല്പം ആഹാരം ചോദിക്കാൻ ഒക്കുന്നത് ഈ ലോത്തിൻ്റെ മക്കളോടെ ഉള്ളൂ. അബ്രഹാമിൻ്റെ മക്കളാണ് ഈ വരുന്നത്. ലോത്തിൻ്റെ മക്കളോട് മാത്രമേ ചോദിക്കാൻ ഒക്കത്തുള്ളൂ. ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരി പുത്രനാണ്, ജ്യേഷ്ഠൻ്റെ മകനാണ്. ലോത്തിനോട് മാത്രമേ ഉള്ളൊരല്പം വെള്ളം ചോദിക്കാൻ ഒക്കുന്നത്. അതുകൊണ്ട് മോവാബ് രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു പറയിപ്പിച്ചു, ഞങ്ങൾ നിൻ്റേതൊന്നും അപഹരിക്കത്തില്ല, നിൻ്റെ രാജ്യത്തൊന്നും ഒന്നൊരു സ്ഥലം പോലും പിടിച്ചെടുക്കത്തില്ല. ഞങ്ങൾക്ക് തൽക്കാലം കുടിക്കാൻ ഒരല്പം വെള്ളവും ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരവും തരണം. ആ തരുന്നതിന് ഞങ്ങൾ വില തന്നോളാം. ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ഒരല്പം ആഹാരവും. കാര്യം കണ്ടവൻ്റെ തിന്നാൻ ഞങ്ങൾക്കൊക്കത്തില്ല, തരാനാരുമില്ല. അതുകൊണ്ട് മോവാബേ, നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, തരത്തില്ല, നിന്നെ ഓടിച്ചു കളകയാ. അവർ തമ്മിൽ യുദ്ധമുണ്ടായി. അങ്ങനെ ഓടിച്ചു കളഞ്ഞതിനാൽ യുദ്ധമുണ്ടായി. യുദ്ധത്തിൻ്റെ സമയത്ത് തോക്കുമെന്നറിഞ്ഞപ്പോൾ മോവാബ് രാജാവ് പറഞ്ഞു, ആത്മീകമല്ല, അതിന് നിലനിൽപ്പിന് മാർഗമില്ല, വിളിച്ചോ ബിലെയാമിനെ.
ബിലെയാം കാശിന് പ്രവചിക്കുന്നയാളാ. ഒരു നല്ല കവർ കൈ കൊടുത്താൽ ബിലെയാം എന്ത് വേണമെങ്കിലും പറഞ്ഞോളും. പ്രവാചകനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ വാക്കിൻ്റെ മേലൊരു അധികാരമുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ വൈകിട്ട് 5:30 വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, 5:30 മുതൽ 6:30 വരെ. അതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, പ്രവാചകൻ്റെ ഒന്നാമത്തെ ലക്ഷണം അവൻ്റെ നാവിൻ്റെ മേൽ ദൈവം കൊടുത്ത ഒരു അധികാരമുണ്ട്. അതില്ലാത്ത ആരും പ്രവചന ശുശ്രൂഷയുണ്ടെന്ന് പറയരുതേ. ഉള്ളവരുടെ നാവിന്മേൽ അധികാരമുണ്ട്. ഇവിടെ അധികാരം ഉള്ളവരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പ്രവാചകിമാരുണ്ട്. അവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ നാവിന്മേൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് അധികാരമുള്ളവൻ എന്നുള്ള പദം ഞാൻ ആദ്യം എടുത്തത്. സഭ അതിൻ്റെ അധികാരം ഉപയോഗിക്കണം എന്ന് പറയുകയും ചെയ്തത്. തെറ്റിദ്ധരിക്കരുത്, ആർക്കും അധികാരം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ട്. അത് യോഗ്യമായി ഉപയോഗിക്കണം. നാവിൻ്റെ മേൽ അധികാരമുള്ള ഒരുത്തനെ വിളിക്കാം. അങ്ങനെ ബിലെയാമിനെ വിളിച്ചു. കാശ് കൊടുത്താൽ ഇവൻ പ്രവചിക്കും. ബിലെയാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ആകത്തുക നിൽക്കുമ്പോൾ, നിന്റെ ശരീരത്തിൻ്റെ തുല്യ തൂക്കമുള്ള പൊന്ന് നിനക്ക് തരാം. വർഗീസിന് എന്താണ്ട് 70 കിലോ വെയിറ്റ് ഉണ്ട്, അപ്രോക്സിമേറ്റ്ലി 69.5 ആയിരിക്കും. ഞാൻ ഇന്ന് നോക്കിയേച്ച് പറയുകയല്ല, ദാറ്റ് ഈസ് ജനറൽ. കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് എൻ്റെ വെയിറ്റ് അത് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് 10.5 കിലോ 70 കിലോ അടുത്താണ് എൻ്റെ വെയിറ്റ്. ബിലെയാമേ, നീ തിന്നാവുന്നിടത്തോളം തിന്നു. നിൻ്റെ വെയിറ്റിന് തുല്യമായ പൊന്ന് നിനക്ക് ഫ്രീ തരാം. പിന്നെ നിൻ്റെ വീട് അത് നിറച്ചും വെള്ളി തരാം. വെള്ളി കൊണ്ട് നിൻ്റെ വീട് നിറയ്ക്കാം. നിൻ്റെ ശരീരത്തിൻ്റെ തൂക്കത്തിന് തക്കവണ്ണം നിനക്ക് പൊന്ന് തരാം. വന്ന് ഈ ജനത്തെ ഒന്ന് ശപിക്ക്. കാര്യം ഇവന്മാരിപ്പോൾ യുദ്ധത്തിന് വരികയാ. ഇന്നാളിൽ ഇച്ചിരി വെള്ളമേ അവർ ചോദിച്ചുള്ളൂ, കൊടുത്തില്ല. ഇന്നാളിൽ ഇച്ചിരി ആഹാരം വിലയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ, കൊടുത്തില്ല. ഇപ്പോഴവർ യുദ്ധത്തിന് വരികയാ. പക്ഷേ ഈ ജനം യുദ്ധത്തിന് വന്നാൽ കാള പുല്ല് നക്കിക്കളയുന്നത് പോലെ അവരെന്നെ നക്കിക്കളയും. ഇന്ന് പകൽ ബഥേൽ നമ്മെ വിളിച്ച ആദ്യ വിശ്വാസത്തിലും ഗൗരവത്തിലും വരുന്നുവെങ്കിൽ ചുറ്റുമുള്ള ജാതികൾ ഭയക്കുന്ന സഭയാണിതെന്ന് മറക്കരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ സഭയുടെ രൂപീകരണം നടക്കുന്നത് അമൃതസറിൽ വെച്ചാണ്. അമൃതസറിൽ വെച്ച് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഒരു പഴയ ലാംബട്ര സ്കൂട്ടർ. ഞാൻ ഒരു വാചകം സഭയുടെ മുമ്പിൽ കറക്റ്റ് ചെയ്യണമെന്ന് പല പ്രാവശ്യം ഓർത്തു. ഇന്നതിന് ഒന്നാം തരം അവസരം വന്നതുകൊണ്ട് കറക്റ്റ് ചെയ്യുക. ഞാൻ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ആയുസ്സിൽ ആരോടും പൈസ കടം വാങ്ങിച്ചിട്ടില്ല. ക്ഷമിക്കണം, 2 സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മ വന്നു കടം വാങ്ങിച്ചത്. ഒന്ന്, ഈ സ്കൂട്ടർ വാങ്ങിക്കാനുള്ള പൈസയായിരുന്നു. 3000 രൂപ ഒരാളിനോട് കടമെടുത്തു. ആ മാസം തന്നെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് തെറ്റിപ്പോയി. 3000 രൂപ ഒരാൾ കടം തന്നു. ഒരു സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ. സൂത്രം കൂടെ കേടാം. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉള്ളവർക്കറിയാം അതിൻ്റെ രസം. സുനിലും ഞാനും കൂടെ അന്യോന്യം മുഖത്ത് നോക്കി ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ കാറ് തള്ളാത്ത ഒറ്റ റോഡ് ബാംഗ്ലൂരിലില്ല. കാര്യം ആദ്യത്തെ കാറ് ഉച്ചരിച്ചിട്ട് കഴിയുമ്പോൾ നിൽക്കുമായിരുന്നു. തള്ളടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ കാറ് തള്ളുന്നത്, ഞങ്ങൾ രണ്ടേലും മറ്റവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാറ് തള്ളുന്നത് ഓർമ്മയുണ്ട്. അന്ന് സ്കൂട്ടർ തള്ളുന്ന കാലമാണ്. ഞാനൊരു ശനിയാഴ്ച വൈകിട്ട് ഒരു സ്കൂട്ടർ മെക്കാനിക്ക് സർദാർജിയുടെ അടുക്ക പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്ന് ശരിയാക്കി തരണം. അയാളോട് ഞാൻ പറഞ്ഞു, ഇതൊന്ന് ശരിയാക്കി തരണം. പുള്ളി പറഞ്ഞു, ശരി സാർ എന്ന് പറഞ്ഞ് പണി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇടൂ നന്നായിരിക്കണം, കുറഞ്ഞ പക്ഷം നാളെ വൈകുന്നേരം വരെ കേടുവരല്ലേ. അതെന്നാ സാറേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ നാളെ എനിക്ക് പള്ളിയിൽ പോകണ്ട. സാർ ഏത് പള്ളിയിലാണ് പോകുന്നത്? അന്ന് ഞങ്ങൾക്ക് ഒരു 10-20 മെമ്പേഴ്സേ ഉള്ളൂ ആരാധിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയിലാണ് പോകുന്നത്. സാറ് പള്ളിയിൽ പോകുന്ന ആളാണോ? അവൻ്റെ ഒരു അത്ഭുതം കണ്ടുവരുന്നു. സാറ് പള്ളിയിൽ പോകുന്ന ആളാണോ? ഞാൻ പറഞ്ഞു, അതെ സാറേ, ഒരു റിപ്പയറും വേണ്ട, സാറ് കൊണ്ടുക്കോ, ഇതിന് കേട് വരത്തില്ല. ആ പള്ളി സാറിന് അറിയാൻ വയ്യ, അത് ദൈവസാന്നിധ്യമുള്ള ഇടമാ. അവിടുത്തെ ആളാണോ? ഒരു റിപ്പയറും വേണ്ട, ആ പള്ളിയിൽ പോകുമ്പം കേട് വരത്തില്ല. ചുറ്റുവട്ടങ്ങളുടെ മേലൊരു ഭീതി. എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ ബാംഗ്ലൂരിലുണ്ട്. അദ്ദേഹം ഒരിക്കൽ നമ്മുടെ ചർച്ചിൽപ്പെട്ട ഒരാളിനോട് പറഞ്ഞതാ, 20 ശിഷ്ടം വർഷങ്ങളായി ഓരോ ദിവസവും കോഴിയെ അറുത്ത്, എത്ര കോഴിയെ അറുത്തതാണ് യവന് വിരോധമായി. അവൻ നടക്കുന്നു പുല്ലുപോലെ, അവന് യാതൊരു പ്രശ്നവും ഇല്ല. ഞാനാണെങ്കിൽ നാട്ടുകാർ തല്ലി, ഞാൻ താമസിച്ചിരുന്ന വീടും നഷ്ടപ്പെട്ട് അവിടുന്ന് ഓടേണ്ട സാഹചര്യം ഉണ്ടായി. ഇന്നും മന്ത്രവാദം നിർത്തിയിട്ടില്ല. ഇവരെ ഭയക്കുന്നു നാട്ടുകാർ.
മോരി രാജാവ് ഇവനെ കണ്ടു, ഭയപ്പെട്ടേച്ച് പറഞ്ഞു, കൂലിക്ക് പ്രവചിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, ഇവനെ വിളിച്ചുകൊണ്ടുവരാം. ആ പ്രവാചകൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞിടാ, തോന്നിയത് പറയല്ലേ, ഞാൻ നിന്റെ വായി തരുന്നത് മാത്രമേ പറയാവൂ. ഇങ്ങോട്ട് വരുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, വന്ന് കാണടാ. ജനത്തെ വന്ന് കണ്ടേച്ച് പറഞ്ഞു, എം എ വർഗീസ് ഇപ്പോഴ് ഈ സ്റ്റേജിൽ നിന്ന് വട്ടത്തിൽ നോക്കുന്നത് പോലെ കണ്ട് അദ്ദേഹം ഒന്ന് നോക്കിയേച്ച് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരാണ്. അബ്രഹാമിനെ വിളിച്ചു നിർത്തിയ ദൈവിക വിശുദ്ധിയിൽ പോകുന്ന ഒരു ജനമാണ്. ആഭിചാരം ഇവർക്ക് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇവരോട് ഒക്കുകയില്ല. ഇന്ന് പകൽക്കാലം തനിച്ചു പാർക്കുന്ന ബേഥേൽ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ആഭിചാരം ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഒക്കുകയില്ല. കാര്യം സർവജ്ഞനായ ദൈവം, പുരാതനായ ദൈവം, നിങ്ങളുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങൾ. ഞാനാരെയും വ്യക്തികളായി വിളിച്ച് ആശ്വസിപ്പിക്കുകയല്ല, ആരെയും വ്യക്തികളായി വിളിച്ച് അനുഗ്രഹിക്കുകയല്ല. ദൈവമേൽപ്പിച്ച ദൈവസഭയെ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവിക അധികാരം ഉപയോഗിച്ച് തിരുവചന പദങ്ങളാൽ ഞാൻ ആശംസിക്കുകയാണ്. ആഭിചാരം നിനക്ക് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഓക്കുകയില്ല, എതിരേജത സകലതും യേശുവിൻ നാമത്തിൽ ബ്രേക്ക്. Amen. ഇന്ന് പകൽ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ പൊട്ടേണ്ട ശക്തികൾ പൊട്ടട്ടെ. ബിലെയാം നിന്നേച്ച് വിളിച്ചു പറഞ്ഞു, തനിച്ചു പാർക്കുന്ന ജനം, അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ പോന്നവരാ, വേർപാടിൽ നിൽക്കുന്നവരാ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ആഭിചാരം നടക്കത്തില്ല, ലക്ഷണവിദ്യ ഫലിക്കത്തില്ല, ഇവരോടൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയേച്ച് ഒത്തിരി വിശദീകരണമുണ്ട്, അങ്ങോട്ട് പോകാതെ മാറുക. ഒടുവിൽ ബാലാക്ക് ബിലെയാമിനോട് ചോദിച്ചടാ, നിനക്ക് വല്ലതും ഗുണം ചെയ്യാമെന്ന് കണ്ടു, നിനക്ക് തലവരയില്ലടാ, വിധിയില്ല, നിനക്ക് വല്ല ഗുണവും ചെയ്യണമെന്ന് ഓർത്താ നിന്നെ ഞാൻ കൊല്ലുന്നില്ല, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പം ബാലാക്കിനോട് തിരിച്ച് ബിലെയാം പറഞ്ഞ പദം, നീ എൻ്റെ ബോഡി തൂക്കത്തിന് ഒത്തവണ്ണം, എന്തോ അതിന് പറയുന്നേ, തുലാം വെക്കുക, അങ്ങനെയല്ലേ പറയുന്നത്, തുലാഭാരം, നീ തുലാഭാരം വെച്ച് എനിക്ക് പൊന്ന് തന്നേക്കാം. വേണ്ടടാ, നടക്കുകയില്ല, ഇത് തമ്പുരാനുമായുള്ള കളിയാ. നീ എൻ്റെ വീട് വെള്ളി കൊണ്ട് നിറച്ചേക്കാം, നടക്കത്തില്ലടാ, ഇത് തമ്പുരാനുമായുള്ള കളിയാ. അപ്പം ബാലാക്ക് പതുക്കെ ബിലെയാമിനെ വിളിച്ചു, ബിലെയാമേ, ഇവന്മാരെ ഒന്ന് നശിപ്പിക്കാൻ എന്നെ വേണം പറയാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞുതരാം, നമുക്കുള്ളത് ഇഞ്ഞു പോരട്ടെ, നീ എന്നെ കൊല്ലാതെ വിടുകയും വേണം, പണി പറഞ്ഞു തരാം. കണ്ടാൽ കൊള്ളാവുന്ന കുറേ പെമ്പിള്ളേരെ നിന്റെ ജാതിയിൽ നിന്ന് ഇവരുടെ ക്യാമ്പിലേക്ക് കയറ്റി വിട്ടാൽ മതി. ഇവന്മാരെല്ലാം ബാച്ചിലേഴ്സ്, യുദ്ധം ചെയ്യാൻ വന്ന ആമ്പിള്ളേരാ. കണ്ടാൽ കൊള്ളാവുന്ന കുറേ പെമ്പിള്ളേരെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. അത് തന്നെ ബാലാക്ക് ചെയ്തു. എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഇടർച്ച വെക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. ഞാനിവിടെ നിൽക്കുന്നില്ല, മുഷിഞ്ഞ മുഖങ്ങൾ കാണേണ്ടതായി വരും. മുന്നോട്ട് മാറട്ടെ, ആ ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. 2, ഔവണ്ണം തന്നെ നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. നിക്കലോവിനും ഇത് തന്നെയാണ്. വെളിപ്പാട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭ ഒരുമിച്ച് കൂടുമ്പോൾ ആഹാരം വിളമ്പുവാൻ ഒരു 7 പേരെ തിരഞ്ഞെടുത്തു. ഞാൻ നിക്കലോവി ഉപദേശമൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ട് 10 വർഷമായി കാണും, അല്ലയോ? 10 വർഷമായിട്ടുണ്ടാവും, ഇല്ലയോ? എന്നോ ഒത്തിരി നാളായെന്ന് എനിക്കറിയാം. അടുത്ത ദിവസങ്ങളിൽ മെസ്സേജിലൊന്നും വന്നത് ഞാൻ ഓർക്കുന്നില്ല. വെളിപ്പാട് മോനെ ആയി കാണണം. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭയ്ക്കകത്ത് ആഹാരം വിളമ്പുവാൻ ഒരു 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. സഭയ്ക്കകത്ത് തിരഞ്ഞെടുക്കുന്നവരുടെ പ്രത്യേകത നല്ല സാക്ഷ്യമുള്ളവർ, പ്രത്യേകിച്ചും ആഹാരം വിളമ്പാനാ, നല്ല സാക്ഷ്യമുള്ളവർ, ദുർമോഹത്തിന് പുറകെ പോകാത്തവർ, ആത്മനിറവുള്ളവർ. അത് ഏത് ദൈവസന്നിധിയിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചായിരിക്കണം. ആത്മനിറവുള്ളവർ. ഇങ്ങനെ 6-7 കൂട്ടം ലക്ഷണങ്ങളുള്ള ഒരു 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ നിക്കലാവോസ് എന്നൊരാളുണ്ടായിരുന്നു.
നിക്കലാവോസ് മറ്റ് ഒരു അന്യമതത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് യഹൂദമതത്തിൽ വന്ന യഹൂദ മതാനുസാരിയായിരുന്നു. അവൻ്റെ മാനസാന്തരത്തിൽ എങ്ങാണ്ടൊരു പെശ കൊണ്ടായിരുന്നു. 100% മാനസാന്തരപ്പെട്ടില്ല. അവനകത്ത് വന്നു ആഹാരം വിളമ്പ് തുടങ്ങി. അവൻ വിളമ്പുന്ന കൂട്ടത്തിൽ എന്നോട് ക്ഷമിക്കണം, പരിമിതമായ പദങ്ങൾ ഞാൻ പറയാം. അല്പം കൂടെ ആഹാരം കൂടുതൽ കിട്ടണമെന്ന് താല്പര്യമുള്ളവർ, രുചി കിട്ടണമെന്ന് താല്പര്യമുള്ളവരുമായ പെമ്പിള്ളേർ മനസ്സിലാക്കി ഇവനെ വെളുക്ക ചിരിച്ചു കാണിച്ചാൽ ഇവൻ ഇച്ചിരൂടെ വിളമ്പും. ആ പിള്ളേർ ചിരിച്ചു. ചിരിച്ച പിള്ളേർക്ക് ഇവൻ വിളമ്പി. ഇവൻ്റെ അകത്ത് കിടന്ന ആ മാനസാന്തരപ്പെടാഞ്ഞ ഒരു ഭാഗം ഞാനങ്ങ് ചുരുക്കി പറയാം. തുടർന്ന പെൺകുട്ടി ഗർഭിണിയായി. ഇതോടുകൂടെയാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ ഇവരെ പിടിച്ചത്. നിക്കലാവോസിനെ എടുത്തു കളയുമ്പോൾ നിക്കലാവോസ് മാറി വേറൊരു മതം തുടങ്ങി. ക്രിസ്തുമതത്തോട് വളരെ ബന്ധമുള്ള അതിൻ്റെ ചരിപ്പിൽ കൊണ്ടുവച്ച ഒരു മതം നിക്കലാവോസ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ നടപ്പ് വേറെയാണ്. ഉപദേശം ഇത് തന്നെ. പക്ഷെ നിക്കലോവിയരുടെ നടപ്പ്, അവരുടെ നടപ്പിൽ കുറേ വ്യത്യാസങ്ങളുണ്ടായി. ഭക്തിക്ക് ഒക്കാത്ത ഉപദേശങ്ങൾ അവർ പ്രസംഗിച്ചു തുടങ്ങി. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അതുകൊണ്ട് നിക്കലോവിയരുടെ ഉപദേശം പിടിക്കുന്നവരുമുണ്ട്. ഈ നിക്കലോവിയ ഉപദേശത്തെ ഒരുമിച്ച് ചേർത്ത് ആൻറ്റിനോമിയൻ ഡോക്ട്രിൻ എന്ന് വിളിക്കും. ആൻറ്റിനോമിയൻ ഡോക്ട്രിൻ. എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ തപ്പിയ കൂട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത് 8-10 വർഷം മുമ്പെയാണ് ഇത് എടുത്തതെന്ന്. ആൻറ്റിനോമിയൻ ഡോക്ട്രിൻ. ഞാനിത് ഇച്ചിരൂടെ വിശദമായി വായിക്കത്തക്കോലെ ഇങ്ങനെ ഇടുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും ഈ കാര്യമുണ്ട്. നിക്കലോവിയ ഉപദേശങ്ങൾ എന്തായിരുന്നു? 1, പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, നമുക്ക് പുള്ളിയെ വേണ്ട, കൃപ മതിയെന്ന്. പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, നമുക്ക് അദ്ദേഹത്തെ വേണ്ട. 2, പുതിയ നിയമത്തിലെ ദൈവം ദയാലുവാണ്, എന്നാ ചെയ്താലും ക്ഷമിച്ചോളാം, കീപ് ഡൂയിങ് സിൻ. പാപം ചെയ്തുകൊണ്ടിരുന്നോ, പുതിയ നിയമത്തിലെ ദൈവം ക്ഷമിക്കും, അതുകൊണ്ട് ഞാൻ ഈ പെണ്ണിനോട് കാണിച്ചതൊക്കെ അങ്ങ് ക്ഷമിക്കുമെന്ന്. ഇവൻ്റെ പുറകെ ഒരു പാളിറങ്ങി. കാര്യം ജഡമോഹം എന്നത് ഒരുപാട് പേർക്കുള്ളതാണ്. അതിനൊരു അനുമതി ഒരിടത്തുനിന്ന് കിട്ടിയാൽ അതിൻ്റെ പുറകെ പോയി നശിക്കുന്നത് ഒരു സ്വഭാവമാണ്. സഭ 2ആയി തിരിഞ്ഞ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് മടങ്ങി വരുവാൻ കഴിവുള്ളവർ മടങ്ങി വരേണ്ടതിനാണ് ഞാൻ ഈ ആശയങ്ങൾ പറയുന്നത്. പുതിയ നിയമത്തിലെ ദൈവം ദയാലുവാണ്, നമുക്ക് അദ്ദേഹത്തെയാണ് വേണ്ടത്. 3, ബൈബിളിന് പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മതി. ഈ അഴുക്കെല്ലാം കൂടെ ഈ വലിപ്പമെല്ലാം കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മതി. അതിനകത്ത് എബ്രായ ലേഖനം പറ്റത്തില്ല, യാക്കോബിൻ്റെ ലേഖനവും പറ്റത്തില്ല. ഉണ്ട്, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. 4, യേശുവിനേക്കാൾ പ്രധാനി പൗലോസാ. പൗലോസ് പഠിപ്പിച്ച ഉപദേശങ്ങളിൽ കൃപയുടെ ഉപദേശം ധാരാളമുള്ളതിനാൽ യേശു പഠിപ്പിച്ച ഉപദേശത്തിൽ ഇടുക്കുവാതിലൂടെ അകത്ത് കയറണമെന്നും നല്ല അടിസ്ഥാനത്തിന്മേൽ പണിയണമെന്നും ഒക്കെയുള്ള ഉപദേശം യേശു പറയുന്നത് കൊണ്ട് അതിയാനെ നമുക്ക് പൗലൂസിനെയാണ് നല്ലത്. യേശുവിനേക്കാൾ പ്രധാനി പൗലൂസാണ്. 5, പുനരുത്ഥാനമില്ല. അത് ഈ ദിവസങ്ങളിൽ പരസ്യമായി നാണമില്ലാതെ പ്രസംഗിക്കുന്നവർ ഒരുപാടായി. റാപ്ചർ എന്നൊന്നില്ല, പുനരുത്ഥാനമില്ല. ഇത് നിക്കലോവിസിൻ്റെ ഉപദേശമാണ്. പുനരുത്ഥാനമില്ല, മരിക്കുന്നവർ തത്സമയം സ്വർഗത്തിലെത്തുന്നു. 6, യേശു മടങ്ങി വരികയില്ല, അതായത് റാപ്ചർ ഇല്ല. 7, രക്ഷ കൃപയാലാണ്, തുടർന്നുള്ള പ്രവൃത്തികൾ ആവശ്യമില്ല. ബൈബിൾ അല്ലെങ്കിൽ യേശു വേശ്യാകർമ്മത്തിൽ പിടിപെട്ട ഒരു സ്ത്രീയെ ന്യായം വിധിക്കുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ യേശു പരസ്യമായി പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം അതിനെക്കുറിച്ച് പറയുന്നത് യേശു അങ്ങനെ പറഞ്ഞേച്ചു കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് നിലത്തെഴുതിയെന്ന. അതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് നേരോ കള്ളമോ എനിക്കറിയാൻ വയ്യ, നമ്മളാരും കണ്ടതല്ലല്ലോ, പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പുള്ളി എറിയാൻ ഗുരു ഞാൻ എറിയാൻ പോവാണ്, പാപമില്ല എന്ന് പറഞ്ഞ് അങ്ങ് അടുത്തോട്ട് ചെന്നപ്പോൾ യേശു എഴുതുന്ന ഇതാണ്, ഇന്ന ആണ്ട് ഇന്ന മാസം ഇത്രാം തീയതി നീയും വ്യഭിചാര കർമ്മത്തിൽ ഇടപെട്ടവനാടാന്ന എഴുതിയ. അവനിത് കണ്ടപ്പോൾ കല്ല് താഴെ ഇട്ടു. ഇവിടെ രഹസ്യം അറിയാവുന്നവൻ 2ാമൻ കല്ലുമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ യേശു ഇപ്പുറത്തോട്ട് എഴുതിയിട്ടുണ്ട്, ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി നിൻ്റെ ഹൃദയത്തിലെ ചിന്ത പോയി. വന്നവനെല്ലാം കല്ല് താഴെ ഇട്ടു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യേശു നിവർന്നു. സ്ത്രീയോട് ചോദിച്ചു, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല. യേശുവിൻ്റെ മറുപടി, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പൊയ്ക്കോ, ഓൺ കണ്ടീഷൻ മേലാൽ പാപം ചെയ്യരുത്.
ഓൺ കണ്ടീഷൻ, ക്ഷമിച്ചിരിക്കുന്നു, പൊയ്ക്കോ. ഓൺ കണ്ടീഷൻ. നിന്നെ അപ്പസ്തോലനാക്കിയിരിക്കുന്നൊന്നും അല്ല പറഞ്ഞേ കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പോരാ, നിന്നെ അപ്പസ്തോലനാക്കിയിരിക്കുന്നൊന്നും അല്ല പറഞ്ഞേ. ക്ഷമിച്ചിരിക്കുന്നു, പൊയ്ക്കോ, മേലാൽ പാപം ചെയ്യരുത്. നിക്കലാവോസ് പറഞ്ഞു അങ്ങനല്ല, രക്ഷ കൃപയാലാണ്, തുടർന്ന് പ്രവർത്തികൾ ആവശ്യമില്ല. യേശു പറഞ്ഞ ആവശ്യമുണ്ട്. 8 വിശുദ്ധ ജീവിതം ആവശ്യമില്ല. കൃപ ജീവിതത്തേക്കാൾ വലുതാണ്. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, രക്ഷിക്കപ്പെട്ടവൻ്റെ രൂപാന്തരം ആവശ്യമില്ല. നിക്കലാവോസ് പറഞ്ഞതാ. ആ പഴയ പ്രകൃതിയൊക്കെ കാണും, പഴയ പോലെ നടക്കും. കർത്താവ് പുറമേ ഉള്ളത് നോക്കുന്നില്ലല്ലോ, അകമേ ഉള്ളതല്ലെന്ന്. ഇവൻ്റെ അകം എന്നെ പുഴുത്തതെന്ന് ആർക്കറിയാം? 9 നാം ചെയ്ത പാപവും ചെയ്യാനിരിക്കുന്ന പാപവും യേശു ക്ഷമിച്ച് കഴിഞ്ഞു. കേരളത്തിൽ ഒരുപാട് പ്രചാരത്തിൽ വന്ന ദുരുപദേശങ്ങളിൽ ഒന്നായിരുന്നു, ലോകത്തിൽ, കേരളത്തിലല്ല ലോകത്തിൽ ഒരുപാട് പ്രചാരത്തിൽ വന്ന മഹാദുരുപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരുന്നു ക്രേസി ഗ്രേസ് തിയോളജി എന്ന് ഞങ്ങൾ വിളിക്കുന്ന, ഗ്രേസ് തിയോളജി എന്ന് അതിൻ്റെ ഉടമസ്ഥർ വിളിക്കുന്ന, പാപം ചെയ്താൽ തകരാറില്ല, ജീവിതം നോക്കുന്നില്ല എന്ന പ്രസ്താവന. ഒരു ദിവസം ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തെ ആരോ കുറ്റം പറഞ്ഞ് എന്നെ വിളിച്ച് ഒരാൾ പറഞ്ഞത് ഇന്ന ആളിനെ കുറിച്ച് കുറ്റം പറയുന്നു. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് നല്ല പരിചയമുള്ള പേരാണ്, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറഞ്ഞു അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹം പറഞ്ഞ വാചകം അതുപോലെ ശരിയാണ് വേദപുസ്തക പ്രകാരം. ഇത് മനുഷ്യനറിഞ്ഞു, ഉടനെ തിരിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു, എമ്മേ വർഗീസ്, എനിക്ക് അനുകൂലമായി ഒരു പദം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ പറഞ്ഞിടത്തോളം ശരിയാണ് എൻ്റെ അറിവിൽ. അതേ പാസ്റ്ററേ, നാം ചെയ്ത പാപവും ചെയ്യാൻ പോകുന്ന പാപവും കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, ചുമ്മാ മണ്ടത്തരം പറയാതെ, ഇല്ല, അത് തൻ്റെ പഠിപ്പീരാ. ചെയ്യാൻ പോകുന്ന പാപം ക്ഷമിച്ചില്ല, കാര്യം ചെയ്യാതെ രക്ഷപ്പെടാൻ ദൈവം അവസരം തരിക. ചെയ്യാനുള്ള പാപം ക്ഷമിച്ചതല്ല. വേണ്ട, ഇവൻ്റെ ഉപദേശം, നാം ചെയ്ത പാപവും ചെയ്യുവാൻ ഇരിക്കുന്നതും യേശു ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് പാപം ചെയ്തിട്ട് തെറ്റില്ലെന്ന്. 10 യേശു മരിച്ചത് ജഡത്തിലും ഉയർത്തത് ആത്മാവിലുമാണ്. ആകയാൽ ജഡത്തിലെ പ്രവർത്തികൾ യേശു നോക്കുന്നില്ല. എടോ നിക്കലാവോസേ, നീ പാപം ചെയ്തത് മറച്ചു പിടിക്കുവാൻ, നിന്റെ കൂടെയുള്ളവരെ മറച്ചു പിടിക്കുവാൻ ഇത്തരം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാതെ അവനവൻ ശരീരത്തിൽ ഇടിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപാകെ നിന്നേ മതിയാകൂ എന്നാണ് യേശു പറയുന്നത്. 11ാം ഉപദേശം, യേശു വന്നത് ന്യായവിധി, ശിക്ഷാവിധി ഇവ മാറ്റുവാനാണ്, സ്വഭാവം മാറ്റാനല്ല. എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനത്തെയുള്ള സ്വഭാവങ്ങൾ കാണിക്കാം, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഇതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അതാണ് നിക്കലോവിയ ഉപദേശം. അന്തിമ സഭയെ നോക്കി അല്ല, വരുവാനുള്ള സഭയെ നോക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിക്കലോവിയരുടെ ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. 12ാമത്തേത്, പാപമെന്നോ ന്യായവിധിയെന്നോ ഇനി മേലാൽ സഭയിൽ പറയരുത്. അതുകൊണ്ടാണ് ഒരുപാടിടങ്ങളിൽ പ്രോസ്പെരിറ്റി മാത്രം പറഞ്ഞു പോകുന്നത്. പ്രോസ്പെരിറ്റി നിർബന്ധമാണ്, സുവിശേഷത്തിൻ്റെ ഭാഗമാണ്, പ്രസംഗിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ വിശുദ്ധ ജീവിതവും പ്രസംഗത്തിൻ്റെ ഭാഗമാ, സുവിശേഷത്തിൻ്റെ ഭാഗമാ, പറഞ്ഞേ തീരൂ. ഇത് ഒരുമിച്ച് പറയാം. പക്ഷേ നിക്കലാവോസ് പറഞ്ഞു, പാപമെന്നോ ന്യായവിധിയെന്നോ ഇനി മേലാൽ സഭയിൽ പറയരുത്. അങ്ങനെ ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഇന്ന് നീ അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ലല്ലേ? അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, എവിടം വരെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എവിടം വരെ പ്രകാശനം തരും, അവിടം വരെ ആഴങ്ങളിൽ ഇറങ്ങുകയാണ് സാധാരണ ദൈവം എന്നെ ഏൽപ്പിച്ചത്. ഒന്നാമതായി ഞാൻ എടുത്തു പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി ഇറ്റ്സ് എ വാക്ക് ഓഫ് ലൈഫ്. അതൊരു ജീവിതക്രമമാണ്, അതൊരു മതമല്ല. ആ ജീവിതക്രമം ജാതികളിൽ നിന്നും വേർതിരിഞ്ഞതാണ്, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അധിഷ്ഠിതമാണ്. ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ആരാണ് ഇസബേൽ? തൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ. മുമ്പേ ബാലാക്കിൻ്റെ ഉപദേശം സാധാരണക്കാരൻ്റെ ഇടയിലായിരുന്നെങ്കിൽ ബിലെയാമിൻ്റെ മിനിസ്ട്രി ശുശ്രൂഷകന്മാരുടെ ഇടയിലാണ്. ശുശ്രൂഷകനെ ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നാൽ എൻ്റെ ചർച്ച കയറ്റത്തില്ല. ഞാനാ എൻ്റെ സഭയുടെ ചുമതല. അതേപോലെ നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇസബേൽ എന്ന സ്ത്രീ നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പറയുന്നതിന് വിരോധമായി നടക്കുവാൻ കർത്താവേ നിങ്ങൾക്കിടയാകരുതേ. സഭ രണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവസഭയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ കൃപ തരണമേ. എന്തിനു വേണ്ടിയാണ് ഇത് നടക്കുന്നത്? അധർമ്മമൂർത്തിക്ക് വെളിപ്പെടണമെങ്കിൽ സഭയ്ക്കകത്ത് ഇത് ഉണ്ടായേ മതിയാകൂ. സഭയെ തോൽപ്പിക്കാതെ വേണം. അധർമ്മമൂർത്തിക്ക് കയറാനൊക്കത്തില്ല.
അധർമ്മമൂർത്തിക്ക് വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അധർമ്മത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് ചേരുന്നതിനെയാണ് അധർമ്മമൂർത്തി എന്ന് വിളിക്കുന്നത്. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരണമെങ്കിൽ ദുരുപദേശങ്ങൾ സഭയിൽ വന്നേ മതിയാകെയുള്ളൂ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും, വിശ്വാസത്യാഗത്തിൻ്റെ പല ഭാഗങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെ മേലും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കും. ഞാൻ ഏത് ആഴം വരെ പോകണമെന്ന് എനിക്കറിയാൻ വയ്യ. കേരളത്തിൽ നടക്കുന്ന പല കൺവെൻഷനുകളിൽ പ്രധാന ചുമതല കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന ചുമതല കൊടുത്ത് ഞാൻ കൺവെൻഷൻ നടത്തുമ്പോൾ ആരെ പ്രസംഗിക്കാൻ വിളിക്കണം എന്ന് തീരുമാനിക്കുന്ന ഞാനാ. 5 ദിവസം മെസ്സേജ് കാണും, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിരിക്കും ഞാൻ എടുക്കുന്നത്. ബാക്കി ദിവസങ്ങൾ വേറൊരാളായിരിക്കും. എൻ്റെ അടുക്കൽ ഒരു 4 സജഷൻ കൊണ്ടുവരും. ഇന്നാരെ ആക്കാമോ? ഓക്കെ ഓർണോ? ഉപദേശമായിട്ട് ആലോചിച്ചിട്ട്. 2, പാട്ടുപാടാൻ ആരെ വിളിക്കണം? ഗായക സംഘം ആരൊക്കെ ആയിരിക്കണം? സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയായിരിക്കണം? ഡിസ്കോ ലാമ്പ് വെക്കണമോ? ഞാൻ ഓരോ ഇടത്തും പറയാറുണ്ട്, ദൈവപ്രമാണത്തിൽ നിന്ന് മാറരുത്. ഒരിക്കലൊരു പാട്ടുകാരനെ വിളിച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ ഒരു പാട്ടുകാരനെ വിളിക്കും. പ്രസംഗിക്കുന്ന എനിക്ക് 2000 രൂപ തന്നാലായി തന്നില്ലേലുമായി. പക്ഷേ പാട്ടുപാടുന്നവന് 25,000 കുറഞ്ഞു പോകത്തുമില്ല. കാര്യം അവന് ഒരുപാട് ഉപകരണങ്ങളുണ്ട്, അതുപയോഗിക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടാണ് അദ്ദേഹത്തിന് വരേണ്ടത്. ഞാൻ ചിലവ് കഴിയുന്നത് അതുകൊണ്ടല്ല, ഞാൻ സെക്യുലർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിലവ് കഴിയുന്നത്. അതുകൊണ്ട് ഒരു പാട്ടുകാരനോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, പേര് പറയുന്നില്ല, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ 2 കാര്യങ്ങൾ. ഒന്ന്, നിൻ്റെ ഡ്രം സെറ്റ് കൊണ്ടുവരല്ലേ, ഇത് വെച്ച് അടിച്ചങ്ങ് ഇളക്കും. ജനം ഇമോഷണലി ഇളകുക, ആത്മാവിലല്ല. ആത്മാവിൽ ജനത്തെ ഇളക്കാൻ കഴിയുന്നിടത്തോളം ഇമോഷൻസിൻ്റെ ആവശ്യമില്ല. വി ആർ ഹ്യൂമൻ, ഇമോഷണൽ ബീയിങ്സ്. നമുക്ക് ഇമോഷൻ ഉണ്ടാകും. പക്ഷെ ഇമോഷണലി ആളുകളെ ഇളക്കാനല്ല, ആളുകളെ ആത്മാവിൽ ഇളക്കുകയാണ്. അതേ സമയത്ത് ഡ്രമ്മുണ്ടെങ്കിലേ താളം കിട്ടത്തുള്ളൂ. താളത്തിന് വേണ്ടി ഡ്രം വേണം. പക്ഷെ ഡ്രമ്മിൻ്റെ ശബ്ദം, ഞാനിവിടെ ഒന്ന് പറയുക ഇപ്പോൾ കേട്ടോ, ഡ്രമ്മിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളുടെ ശബ്ദം ഹ്യൂമൻ വോയിസിൻ്റെ താഴെയാണ്. സിലോണിലെ പെന്തക്കോസ്ത് സഭയെ ഇളക്കിയ ഒരു ദൈവമനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ അസംബ്ലീസ് ബോർഡിൻ്റെ സൂപ്രണ്ട്. എന്തുവായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? വിക്രമാദിത്യൻ. അങ്ങനെ ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പാസ്റ്റേഴ്സിന്, അസംബ്ലീസ് ബോർഡിൻ്റെ പാസ്റ്റേഴ്സിന് ഒരു ബൈബിൾ ക്ലാസ് എടുത്തു. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒറ്റ ഗീതാർ ഭൂമിയിലില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു ഡ്രം ഭൂമിയിലില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച മൈക്കില്ല. നീ അഭിഷേകം പ്രാപിച്ചേ. നിന്റെ നാക്കിൻ്റെ ശബ്ദമാണ് ഉയർന്നു നിൽക്കേണ്ടത്. വേദപുസ്തകത്തിൻ്റെ പ്രമാണം എന്തുവാ? സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ താളം സൂക്ഷിക്കുവാൻ ഇരുപുറവും നടന്നു. ഇസ്രയേലിൻ്റെ ഉറവുകളിൽ നിന്നുള്ളവരെ, നിങ്ങളുടെ വിശുദ്ധ സഭായോഗങ്ങളിലൊക്കെയും ഇത് നിങ്ങളുടെ തത്വമാണ്. ഞാൻ ആ മനുഷ്യനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ബ്രദർ നിൻ്റെ ഡ്രം സെറ്റ് കൊണ്ടുവരല്ലേ, കാര്യം അത് ചുമ്മാ ആളുകളെ ഇളക്കുന്നത്, അത് കൊണ്ടുവരല്ലേ. 2, ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ജനത്തെ ആത്മാവിൽ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്തും നിൻ്റെ മൈക്ക് ഓഫ് ചെയ്തേക്കണം, മിണ്ടരുത്. നിൻ്റെ ഭാര്യ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അവൾ പാടട്ടെ. ആ സഹോദരി ഇന്നവളുണ്ടോ? ഉണ്ട്. ആ സഹോദരി ഇന്നും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു, ബ്രദർ ഇത്രയും കാര്യം സൂക്ഷിച്ചോണം. നിന്നെ പാടാൻ വിളിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല, നിനക്ക് കിട്ടുന്ന കാശും കൊണ്ടുപോകും. ഓൺ ദി അതർ ഹാൻഡ്, കേരളത്തിൽ ഉണർവ് നടക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വേണമായിരുന്നു. ഒരുപാട് ക്രമീകരണങ്ങൾ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ താളം തെറ്റാതെ ഇരുപുറത്തും നടന്നു. യഹോവയെ സേവിക്കുന്ന ഇസ്രയേലിൻ്റെ വംശത്തിൽ നിന്നുള്ളവർ വിശുദ്ധ സഭായോഗങ്ങളിൽ എന്നേക്കും സൂക്ഷിക്കേണ്ട തത്വമാണ്. ആദ്യമേ വിശ്വാസത്യാഗം വരികയും അധർമ്മമൂർത്തിയായവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവനെ തീരുമാനിക്കുന്നേ. അധർമ്മമൂർത്തിയായവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് താൻ ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മേൽ തന്നെത്താൻ ഉയർത്തുകയും ചെയ്യുന്ന എതിരാളിയായിരിക്കും. അവൻ എതിരാളിയാണെന്ന് മറക്കരുത്. സകലത്തിൻ്റെ മേലും വ്യാപരിക്കുന്ന എതിരാളി. അധർമ്മമൂർത്തി
അവൻ്റെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. മറക്കരുത്, അനീതിയുടെ വഞ്ചന നടക്കുന്ന ഇടത്ത് രോഗശാന്തി നടക്കും, ഭൂതശാന്തി നടക്കും, അക്യുറേറ്റായി വെളിപ്പാടുകൾ പറയും. ഞാൻ ഒരു സന്ദർഭം തൊട്ടോട്ടെ. ഇന്നലെ ഒരു പെൺകുഞ്ഞെന്നെ വിളിച്ചു. ഇവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. ആളൊരു മെഡിക്കൽ ഡോക്ടറൊക്കെയാണ്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് കുഞ്ഞെ ഞാൻ പറയത്തുള്ളൂ, വേറൊന്നും പറയത്തില്ല. കേൾക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഓൺലൈനിലൊക്കെ വരുന്ന ആളാണ്. ഒരു ദിവസം എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ വിവാഹം പരാജയപ്പെട്ടു, ഞാൻ വേറൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, അതിന് ദൈവവചനത്തിൽ പ്രമാണമില്ല. നിൻ്റെ വിവാഹം പരാജയപ്പെട്ടതിൻ്റെ കാരണം എനിക്കറിഞ്ഞുകൂടാ, രണ്ടായാലും ദൈവവചനത്തിൽ പ്രമാണമില്ല. ഞാനൊരു മെഡിക്കൽ ഡോക്ടർ. വേറൊരു വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനുമായി ഈ പെങ്കൊച്ചിൻ്റെ വിവാഹം നടന്നു. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് മിണ്ടണ്ട, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, റെക്കമെൻഡ് ചെയ്യത്തില്ല. അവർ രണ്ടുപേരും കൂടെ വേറൊരു രാജ്യത്തായിരുന്നു. അവൻ അവിടെ ഇന്നും ജീവനോടെ വേറൊരു ഭാര്യ ഉള്ളതുകൊണ്ട് അവൻ ഈ പെണ്ണെ തിരിച്ചു കൊണ്ട് നാട്ടിൽ വിട്ടു. വിട്ടിട്ട് എന്നോട് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഇന്നലെയും വിളിച്ചു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നലെയും വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവാലോചനയുടെ പുറത്താണ് ഈ കല്യാണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഏത് പുള്ളിയാണ് ഈ ദൈവാലോചന പറഞ്ഞത്? വേദപുസ്തകത്തിന് വിപരീതമായ ഒരു ആലോചന. ഇന്നലെ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇന്ന ആളാ ആലോചന പറഞ്ഞു. എനിക്ക് ആളിനെ ഭയങ്കര ബഹുമാനമാണ്. പക്ഷേ അധർമ്മത്തിൻ്റെ മൂർത്തിയായവൻ രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ വ്യാജമായ അടയാളങ്ങൾ നടന്നിരിക്കും, വ്യാജമായ രോഗശാന്തികൾ നടന്നിരിക്കും, വ്യാജമായ അടയാളങ്ങൾ നടന്നിരിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത 2 തെസ്സലോനിക്കർ 2:9-10 വാക്യങ്ങളിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും നീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും സഭ. ഇതിനകത്ത് വീണുപോകാതിരിക്കട്ടെ. നാം ഒരുവനെ അളക്കുന്നത് തിരുവചനത്താലാണ്. അവൻ്റെ വാക്കുകൾ എങ്ങനെയെന്ന് മനസ്സിലാകുന്നുണ്ട്. സഭ ഏറെക്കുറെ രണ്ടായി ദൈവസഭയോട് പറ്റി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. മുമ്പേ ഞാൻ എടുത്ത ഒരു സ്ലൈഡാണ്. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞ ഭാഗം അങ്ങ് വിടാൻ വേണ്ടിയാണ്. ക്രിസ്ത്യാനിത്വം മതമല്ല, ഒരു മാർഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 9:2 ഈ മാർഗക്കാരെ വല്ലവരെയും കണ്ടാൽ പൗലോസിൻ്റെ വാചകമാണ്, അത് ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 24 മതഭേദമെന്ന് ഇവർ പറയുന്ന ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും പ്രവചന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന സകലതും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് മതമല്ല, മതഭേദവുമല്ല, ഇതൊരു മാർഗമാണ്. ഇന്ന് പകൽ ഈ മാർഗത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത് 2 തെസ്സലോനിക്കർ 2:3-4 ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. നമ്മളെ വാക്യം ചിന്തിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ഒരൊറ്റ വാചകം ഒന്നുകൂടെ ഓർപ്പിക്കാനുണ്ടായിരുന്നു. ദർ ഇസ് എ ഗ്ലോബൽ റിബലിയൻ അഗൈൻസ്റ്റ് ഗോഡ്. ഞാൻ ഒത്തിരി ശാന്തമായും പതുക്കെയുമായി ഇന്ന് പോകുന്ന കാര്യം സൂപ്പർഫിഷ്യലായി മാത്രം പോയാൽ ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഗൗരവമായി മനസ്സിലാക്കുവാൻ എൻ്റെ ആയുസ്സിൽ ദൈവം എന്നെ ഏൽപ്പിച്ച കടമ ഒരു അപ്പസ്തോലിക ശുശ്രൂഷയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇന്ന് പകൽ ചെയ്യുകയാണ്. കേൾക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇറ്റ്സ് എ ഗ്ലോബൽ റിബലിയൻ അഗൈൻസ്റ്റ് ഗോഡ്. ദൈവം പറഞ്ഞ പ്രസ്താവനകൾക്ക് വിപരീതമാണ്. ജഡമയത്വം 1 തീമോഥെയോസ് 5:6 കഴിഞ്ഞ ആഴ്ച തൊട്ടതാ. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഞാനങ്ങ് പോവാ. ഈ സ്വഭാവദോഷങ്ങൾ സഭയിൽ നിന്ന് മാറട്ടെ. അത് എന്നിലൂടെ വരത്തില്ലെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദാറ്റ്സ് പാർട്ട് ഓഫ് ഗ്ലോബൽ റിബലിയൻ അഗൈൻസ്റ്റ് ഗോഡ്. 1 തീമോഥെയോസ് 5:12 ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട് എന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. 2 തീമോഥെയോസ് 3:1-5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആകയാൽ പ്രൊമോട്ട് സൗണ്ട് ഗോസ്പൽ ഡോക്ട്രിൻ, ആകയാൽ പത്യോപദേശത്തിന് പ്രൊമോട്ട് ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അങ്ങനെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയതായ ആ മണവാട്ടിയെ വെളിപ്പാട് പുസ്തകം 19:8 അനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്ന കടമയാണ് സഭയ്ക്കുള്ളത്. ഒരു ഭയങ്കര അളവ് ഞാൻ വന്ന്, കർത്താവേ, ആരുടെയും ഹൃദയത്തിൽ മുറിവെക്കാതെ
ആരുടെയും ഹൃദയത്തിൽ കേടുവരുത്താതെ ഈ അനുതാപം മാനസാന്തരത്തിലേക്ക് ഇവരെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഒന്ന് അനലൈസ് ചെയ്തു. ഒരു രശ്മി ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് അനലൈസ് ചെയ്യുന്നത് പോലെ ഒന്ന് അനലൈസ് ചെയ്തു, തിരിച്ച് റീകമ്പൈൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചു. തുടർന്ന് യേശുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ചിന്തിക്കും. നാളെ വൈകുന്നേരം മുതൽ 5:30 മണി മുതൽ, നാളെ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ, തിങ്കളും ചൊവ്വായും 2 ദിവസം ഡെഫിനറ്റ് ഉണ്ട്. മിക്കവാറും വെള്ളി വരെ കാണും. മിക്കവാറും ഇടയ്ക്ക് 1-2 ദിവസം ഗ്യാപ്പ് എടുത്താലുമായി. ഇപ്രാവശ്യത്തെ കേഴ്സ് ബ്രേക്കിംഗ് ശനിയാഴ്ചയാണ്, വരുന്ന ശനിയാഴ്ചയാണ് കേഴ്സ് ബ്രേക്കിംഗ്. എൻ്റെ അടുത്ത് യാതൊരു ഡീറ്റെയിലും പരിശുദ്ധാത്മാവ് തന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യത്തേത് എന്തോ വ്യത്യാസമുണ്ട് എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഓൺലൈനിൽ കാണത്തില്ല എന്ന് ഓൺലൈൻ വ്യൂവേഴ്സിനെ ഓർമ്മിപ്പിക്കട്ടെ. കഴിവുള്ളിടത്തോളം ആളുകൾ പേഴ്സണലായി വരാൻ ശ്രമിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് വരുന്ന എല്ലാവരുടെയും തലയിൽ ആരെങ്കിലും കർത്തൃദാസന്മാർ കൈവച്ച്, ഞാൻ ഒരിക്കലും അതിന് തിണിയത്തില്ല, ആരെങ്കിലും കർത്തൃദാസന്മാർ വരുന്ന എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കത്തക്ക വണ്ണം ഒരു അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ ശ്രമിക്കും. രാവിലെ 10 മണിക്ക് ആളുകൾ വരണം. 10:30 മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ 10:30 വരുന്നവർക്ക് ഇരിക്കാൻ നിശ്ചയമായിട്ടും ഫ്രണ്ട് സീറ്റ് കിട്ടത്തില്ല. അത് വേണമെങ്കിൽ നേരത്തെ വരിക. 3 മണിക്കകം പിരിച്ചുവിടാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് ടൈം എടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു ലോങ് സെക്ഷൻ എനിക്ക് ആവശ്യമാകയാൽ വെള്ളിയാഴ്ച വൈകിട്ട് ഈ 5:30 മുതൽ 6:30 വരെയുള്ള മീറ്റിംഗ് വെക്കണ്ട. അന്നേരം തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുത്തോളാൻ സഹോദരന്മാരെന്നോട് പറഞ്ഞു. പ്രോബബ്ലി അങ്ങനെ ആയിരിക്കും. ബാക്കി എനിക്ക് ഇപ്പോഴറിഞ്ഞുകൂടാ. നാളെ വൈകിട്ട് മുതൽ 5:30 മണി മുതൽ 6:30 മണി വരെ എടുക്കുന്ന ക്ലാസ് ചർച്ചിലുള്ള എല്ലാവരും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യൂത്ത് വളരെ പ്രത്യേകിച്ചും ജീവിത വിശുദ്ധിയും പരിശുദ്ധാത്മാവും. ഈ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യേശു ആത്മാവിനാൽ ജനിച്ചു, ആത്മാവിനാൽ അഭിഷക്തനായി സഞ്ചരിച്ചു എന്നിത്യാദി പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ ആഴ്ച ഇറങ്ങുകയായിരിക്കും. എങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായി മാറും, എങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായി മാറും, ഒരുവനെ ക്രിസ്തുവിലാക്കുന്ന ആ മെത്തേഡുകളിലേക്ക് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വരുന്ന ആഴ്ചയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ വ്യക്തിപരമായി കൈവെക്കുമെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ വയ്യ. എൻ്റെ ശരീരത്തിന് 78ാമത്തെ വയസ്സായി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും ഒക്കും അത്രയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ദൈവസഭ സഹകരിക്കണം. കേഴ്സ് ബ്രേക്കിങ്ങിനകത്ത് ശാപങ്ങൾ പൊട്ടുവാനുള്ള കാര്യം 1000-ലധികം പേരെങ്കിലും കുറഞ്ഞാലും അന്ന് ഉപവാസമാണ്. ഒരു തമാശ ആരണ്ട് പറഞ്ഞു വിട്ടതല്ലിത്. 1000-ലധികം പേരെങ്കിലും ആദ്യ പ്രത്യേക ദിവസം ഉപവാസമാണ്. സഭ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അനേക ശാപക്കെട്ടുകളും പൊട്ടുന്നത്. ഒന്ന് പൊട്ടിക്കിട്ടുവാൻ, ചിലതും കൂടെ സംഭവിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഭയിലുള്ള ദൈവമക്കൾ നിശ്ചയമായും വരണം. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് അത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാളെ വൈകുന്നേരം മുതൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആഴമായ പഠനത്തിലേക്ക് കയറും. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ സമയം പണ്ടേ കഴിഞ്ഞു. കണ്ണുകളടയ്ക്കാം. നമുക്കൊരു വാക്കിൽ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ആരെയെങ്കിലും ഞാൻ വൂണ്ടിയതെന്ന് തോന്നുന്നെങ്കിൽ വർഷിപ്പ് ടീം യു ക്യാൻ കം അപ്പ്. ആരെയെങ്കിലും ഞാൻ വൂണ്ടിയതെന്ന് തോന്നുന്നെങ്കിൽ സത്യം 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 7 പ്രാവശ്യം സത്യം ചെയ്ത് ഞാൻ ആരെയും വൂണ്ട് ചെയ്യാനല്ല, മുഴു സഭയെ പ്രബോധിപ്പിച്ച് ക്രിസ്തുവിൽ വളർത്തുവാനാ. എനിക്കറിയാം 1000കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട്. ഹാർവസ്റ്റ് ടെലിവിഷൻ ഇപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല. 10,000കണക്കിനുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. ക്രിസ്തുവിൽ നിങ്ങളെ ഉണർത്തുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്യുവാൻ ഈ തലമുറയിൽ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കേൾവിക്കാരായ എല്ലാവരും അവരവരെ ദൈവസന്നിധിയിൽ വെക്കാം. ദയവായി കണ്ണുകൾ അടയ്ക്കാം. ഈ സമയത്ത് കമ്പ്യൂട്ടറുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ടെലിവിഷൻ്റെ സ്ക്രീനുകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, കഴിയുമെങ്കിൽ നിങ്ങളുടെ വലത്തെ കൈ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെയോ ഇല്ല എങ്കിൽ ടെലിവിഷൻ്റെയോ സ്ക്രീനിലേക്ക് വെക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആരെങ്കിലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പുൾഡ് ഓൺ വൺ സൈഡ്, ഒരു സൈഡിലേക്ക് പുള്ളി നിന്നുകൊണ്ട് മാത്രമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രാജാവുമേ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിൽ തന്ന് അടിയനവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ഗൗരവം അടിയൻ്റെ വായിൽ തന്നതിനാൽ കർത്താവെ, എത്ര സില്ലി എന്ന് തോന്നിയാലും എത്ര സ്ട്രോങ് എന്ന് തോന്നിയാലും ദൈവ മുമ്പിൽ ശോധന ചെയ്തുകൊണ്ട് തിരുവചന പ്രകാരം അതങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ തന്ന ആരോഗ്യത്തിനായി, തന്ന ഭാഷയ്ക്കായി, തന്ന ശക്തിക്കായി, തന്ന ടെക്നോളജിക്കായി, തന്ന ടെക്നീഷ്യൻസിനായി, തന്ന എഞ്ചിനീയേഴ്സിനായി, കണ്ട സിസ്റ്റങ്ങൾക്കായി അങ്ങേ വാഴ്ത്തുന്നു.
ആർക്കും ഇത് ദോഷമായി ഭവിക്കാതെ നന്മയായി തീരുവാൻ ഒരു കൂട്ടം ആത്മീയർ, ആരോഗ്യമുള്ള ആത്മീയർ, യോഗ്യതയുള്ള ആത്മീയർ ദൈവസഭയിൽ എഴുന്നേറ്റ് വരുവാൻ, യുവാക്കളായ മഞ്ഞ് ദൈവസഭയിൽ ജനിച്ചു വീഴുവാൻ